യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി. നിങ്ങൾ ആത്മാവിലല്ലേ തുടങ്ങിയത്? മൂന്നാമത്തെ വാക്യം വേഴ്സ് 3 says ആത്മാവ് കൊണ്ട് നിങ്ങൾ ആരംഭിച്ചിട്ട് ഈ ശരീരത്തിൻ്റെ ചില ക്രിയകളും ഒക്കെ ചെയ്ത് ശരീരത്തെ സന്തോഷിപ്പിച്ച് ശരീരം പറഞ്ഞപ്പോൾ ആത്മാവിൽ തുടങ്ങിയതാ. നമ്മളെല്ലാം രക്ഷിക്കപ്പെട്ടപ്പോഴെങ്ങനെയാണ് തുടങ്ങിയത്? ഈ പ്രോസസ്സ് ആത്മാവിൽ തുടങ്ങിയതാ. ആത്മാവിൽ തന്നെ അവസാനം വരെയായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ. താഴോട്ട് വരുമ്പോൾ അതിൻ്റെ 10ാമത്തെ വാക്യം വായിച്ചാട്ടെ. ഇവര് പല റീസണാണ് ഇവർ പറയുന്നത്. ഇവർ ഇത് എടുത്ത് ആവർത്തന പുസ്തകം നോട്ട് ചെയ്യുന്നവർക്ക് മാത്രം നോട്ട് ചെയ്യാം. ഡ്യൂട്ടറോണമി ചാപ്റ്റർ 27 വേഴ്സ് 26 എടുക്കണ്ട. ആവർത്തന പുസ്തകം 27-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു ഉദ്ധരണിയാണ് cursed is everyone who does not continue in law. അല്ലെങ്കിൽ ന്യായപ്രമാണത്തിൽ തുടരാത്തവനെല്ലാം എന്തുവാണ്? ശപിക്കപ്പെട്ടവൻ. ഇവിടുത്തെ പ്രശ്നം എന്തുവാ? തീത്തോസ് വന്നു. തീത്തോസും പൗലോസോട് വന്നു. അവരോട് ഗലാത്യരോട് പറയുമ്പോൾ ഞങ്ങൾ യെരുശലേമിലെ സഭയിൽ പോയപ്പോൾ പത്രോസും ബാക്കിയുള്ള അപ്പോസ്തലന്മാരെല്ലാം പറഞ്ഞു, ഇവൻ നേരത്തെ ജാതീയനല്ലായിരുന്നോ, ഇവൻ എന്ത് ചെയ്യണം? പരിച്ഛേദന ചെയ്യണം എന്ന് വ്യക്തമായി പറഞ്ഞു. പൗലോസ് ആദ്യത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചു, 1 മണിക്കൂർ പോലും ഞാൻ അവരോട് കോംപ്രമൈസ് ചെയ്തില്ല. ശക്തമായിട്ട് എതിർത്ത് നിന്നു. ഈ പണി ആരുടെ അടുത്ത് നടക്കത്തില്ല. തീത്തോസിനെ അങ്ങനെ ചെയ്യാനും പറ്റത്തില്ല. അത് വചനത്തിൽ നിന്ന് തെറ്റായ എന്ന് അവിടുന്ന് പ്രൂവ് ചെയ്തു. അപ്പോഴാണ് അവരെടുത്തിരിക്കുന്ന ഒരു വാക്യം, ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞത് ആരാ? യെരുശലേമിൽ നിന്നാണല്ലോ ദേ ഗോട്ട് സ്കാറ്റേർഡ്, അല്ലെങ്കിൽ അവരെ ചിതറിപ്പോയത്. അവർ പല സ്ഥലങ്ങളിൽ പോയി താമസിച്ച കൂട്ടത്തിൽ ചില യെരുശലേമിൽ നിന്നുള്ള വിശ്വാസികൾ ഗലാത്യരും വന്ന് താമസിച്ചു. അതിൽ ചിലർ എന്ത് ചെയ്തു? ആദ്യത്തെ ലെവൽ ദൈവദാസ് സുവിശേഷകരായി ദൈവദാസന്മാരായി അങ്ങനെയാണ് പലയിടത്തും. കൊരിന്തിലോ അപ്പോസ്തലരൊക്കെ അവരെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് മുൻപോട്ട് പോകുക. സഭകൾ തുടങ്ങി മുൻപോട്ട് പോകുക. ഇത് നടത്തുന്ന പിന്നെ ആരാ? അപ്പോൾ പഴയ വിശ്വാസികൾ യെരുശലേമിൽ നിന്ന് വന്ന് യഹൂദന്മാരായ ജൂയിഷ് അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് അല്ലെങ്കിൽ അവരാണ് നല്ല ശക്തരായിട്ട് നിന്നത്. ആത്മാവിൽ അഭിഷേകം പ്രാപിച്ചത് യെരുശലേമിൽ നല്ല ശക്തരായിട്ട് നിന്ന് കുറച്ചങ്ങോട്ട് കഴിഞ്ഞിട്ട് എന്തുവാ സംഭവിക്കുന്നത്? കുറച്ചങ്ങോട്ട് കഴിഞ്ഞിട്ട് ആത്മാവിൽ ക്ഷീണിക്കുമ്പോൾ പിന്നെ എന്തിനു മാത്രമേ പ്രാധാന്യതയുള്ളൂ? പുറത്ത് കാണുന്ന ചില വിഷയങ്ങൾക്ക് മാത്രമേ പ്രാധാന്യതയുള്ളൂ. ആത്മാവിന് പരിശുദ്ധാത്മാവിനുള്ളിൽ വസിക്കുവാൻ കഴിയത്തില്ല. അവരാണ് ഞങ്ങളാണ് ശ്രേഷ്ഠർ, യഹൂദനിൽ നിന്ന് വന്നതാണ് ശ്രേഷ്ഠർ. അതുകൊണ്ടാണ് ഈ അധ്യായത്തിൽ തന്നെ താഴോട്ട് വരുമ്പോൾ നമ്മൾ വായിക്കുന്നു, യഹൂദനാണെങ്കിലും യവനനാണ്. റോമാലേഖനത്തിലൊക്കെ അത് പറയുന്നുണ്ട്. നീ ആരാണെങ്കിലും ദർ ഇസ് നോ സ്പെഷ്യാലിറ്റി, ഒരു വിശേഷതയുമില്ല. നീ കർത്താവിൽ എങ്ങനെ നിൽക്കുന്നു, എത്രത്തോളം രൂപാന്തരം നിൻ്റെ ജീവിതത്തിൽ വരുന്നു, എത്രത്തോളം പരിശുദ്ധാത്മാവിൽ നിനക്ക് വസിക്കുവാൻ കഴിയുന്നു, എത്രത്തോളം നീ സ്വർഗരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നു, അതനുസരിച്ചാണ് കർത്താവ് നിനക്ക് എന്ത് ചെയ്യുന്നത്? വില തരുന്നത്. കർത്താവ് വില തന്നാലേ ഈ ലോകത്തിൽ നമുക്ക് എന്തുള്ളൂ? ആരാണ് ഉയർത്തുന്നത്? നിങ്ങളൊന്ന് പറഞ്ഞേ. നമ്മുടെ പണമോ കപ്പാസിറ്റിയോ വല്ലതും ആണോ നമ്മൾ ഉയർത്തുന്നത്? നോ. ആരാ നമ്മൾ ഉയർത്തുന്നത്? അത് ഹന്നയ്ക്ക് മനസ്സിലായി പഴയ നിയമത്തിൽ. യഹോവയാണ് ഉയർത്തുന്നത്, യഹോവയാണ് താഴ്ത്തുന്നത്. അത് ഓർത്തോണം. അപ്പം നമുക്ക് എന്തെങ്കിലും വില നമ്മൾ താമസിക്കുന്ന കമ്മ്യൂണിറ്റിയിലോ ദേശത്തോ കുടുംബക്കാരുടെ മധ്യത്തിലോ കിട്ടണമെങ്കിൽ അത് പണം കൊണ്ട് കഴിയത്തില്ല, ജ്ഞാനം കൊണ്ട് കഴിയത്തില്ല. അത് കർത്താവ് എത്രത്തോളം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നോ ഹല്ലേലൂയ, ആൾക്കാർക്ക് മനസ്സിലാവും there's a change in him. he is special, she is special. ഹല്ലേലൂയ, എന്തോ ഒരു പ്രത്യേകതയുണ്ടല്ലോ എന്നവർക്ക് മനസ്സിലാവും. ആ പ്രത്യേകത ഇന്ന് ദൈവമക്കളിൽ കുറഞ്ഞു പോകുക ഇല്ല. എല്ലാം വെള്ള ഡ്രസ്സും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ബാഹ്യമായിട്ട് നോക്കുമ്പോൾ മാറ്റം കൊണ്ടാണ്. ഇന്നലെ അവിടെ വന്ന മുഴുവൻ ദൂതന്മാരെ പോലെ എല്ലാവരും അങ്ങനെയൊക്കെയാണ് വന്നത്. പക്ഷേ ആത്മാവ് ഉള്ളിലില്ലെങ്കിൽ അതിലൊക്കെ അങ്ങ് സംതൃപ്തി വന്ന് അറിയാതെ താഴോട്ട് വരുമ്പോൾ ഇവിടും ഈ അധ്യായത്തിലും ഗലാത്യരോട് പറയുന്നുണ്ട്, അവസാനം നിങ്ങൾ യുൽ ബി ഹിപ്പോക്രൈറ്റ്സ്, നിങ്ങൾ കപടഭക്തിക്കാരായി തീരും. ആരായി തീരും? ഭക്തിയുടെ വേഷം മാത്രമേ കാണത്തുള്ളൂ, ആത്മാവിൻ്റെ ശക്തി ഉള്ളിൽ എന്ത് ചെയ്യത്തില്ല, കാണത്തില്ല. യെസ്, എവിടെ എഴുതിയിരിക്കുന്നത്? അവർ പറയുക ന്യായപ്രമാണത്തിൽ തുടരാത്തവനെല്ലാം അപ്പം എന്ത് ചെയ്യണം? ന്യായപ്രമാണം പഠിക്കണമല്ലോ. പരിച്ഛേദന ന്യായപ്രമാണത്തിലുള്ളത്. അപ്പോൾ ന്യായപ്രമാണം ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല, പല ആചാരങ്ങൾ ചെയ്യുന്നുണ്ട്, പെസഹ ആചരിക്കുന്നതുകൊണ്ട് തെറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ പൗലോസ് ഉറപ്പിച്ച് താഴത്തെ ആ വാക്യത്തിലൊക്കെ പറയുക, ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ ജീവിക്കുന്നവനാ ചെയ്യട്ടെ.
ഇന്നും ഒരു യഹൂദൻ എന്ത് ചെയ്യട്ടെ, അവരുടെ മധ്യത്തിൽ ദൈവസാന്നിധ്യമില്ലെങ്കിലും യഹൂദൻ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അവൻ ചെയ്യട്ടെ. യഹൂദ ക്രിസ്ത്യാനിയല്ല, ജൂയിഷ് ബൈ ട്രഡീഷൻ, അല്ലെങ്കിൽ പഴയ നിയമം അനുസരിച്ച് ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കുന്നത്. നമുക്ക് കർത്താവ് എന്ത് തന്നിട്ടുണ്ട്? ക്രിസ്തുവിൽ കൂടി വീണ്ടും ജനനം പ്രാപിച്ചവർക്ക് ദൈവം ഒരു പുതിയ പ്രമാണം തന്നിട്ടുണ്ട്. റോമാലയത്തിൽ നിന്നൊക്കെ എടുത്ത് നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് ചിന്തിച്ചത്, അതുകൊണ്ട് ആ ഭാഗത്തിലേക്ക് ഞാൻ പോകുന്നില്ല. എത്ര വ്യക്തമായിട്ടാണ് ബൈബിള് പറയുന്നത്, നോ വൺ വിൽ ബി ജസ്റ്റിഫൈഡ് ബൈ ദ ലോ. ആരും ന്യായപ്രമാണം കൊണ്ട് നീതീകരണം പ്രാപിക്കുന്നില്ല. ആരും ന്യായപ്രമാണം കൊണ്ട് ആരും പൂർണ്ണരായി തീരത്തില്ല. ആരും സ്വർഗത്തിന് വേണ്ടി ഒരുങ്ങുന്നില്ല. പഴയ നിയമം വേണ്ട എന്നല്ല കേട്ടോ, ആരും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യില്ലേ. അല്ല, അവിടാണ് നമ്മൾ ആദ്യമായിട്ട് യഹോവയായ ദൈവത്തെ പറ്റി അറിഞ്ഞത്. യഹോവയായ ദൈവം എങ്ങനെ ഇസ്രയേലിനോട് ഇടപെട്ടത് നമ്മൾ അറിഞ്ഞത്. അല്ല, ഇസ്രയേൽ ക്ഷീണിച്ചു പോയപ്പോഴും ജാതികളുടെ വഴി നടന്നപ്പോഴും ശിക്ഷ കിട്ടിയതെല്ലാം നമ്മൾ ആദ്യം അറിഞ്ഞത് എവിടാ? അതെല്ലാം പഴയ നിയമത്തിൽ കൂടി. ഉടനെ ശിക്ഷയുണ്ട്. ഒട്ടും കോംപ്രമൈസ് ചെയ്യാത്ത ഒരു യഹോവയായ ദൈവത്തെ നമ്മൾ അറിഞ്ഞത്. വിശ്വാസവും കർത്താവിലുള്ള ആശ്രയമൊക്കെ നമ്മൾ അറിഞ്ഞത്. പക്ഷേ അവിടെ രക്ഷയില്ല, അവിടെ വീണ്ടും ജനനമില്ല, അവിടെ സ്നാനമില്ല, അവിടെ പരിശുദ്ധാത്മാവിൽ ഉള്ളിൽ വസിക്കത്തില്ല. ആൾക്കാർക്ക് ദൈവമേ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ ഒരു പുത്രത്വത്തിൻ്റെ ആത്മാവ് അവരുടെ മേലില്ല. നമ്മുടെ പ്രത്യേകത എന്തുവാ? ത്രൂ ക്രൈസ്റ്റ് നമ്മൾ ആരോ അല്ല, നമ്മൾ വെറും ഒരു ജനമല്ല, സ്വന്തം മോന, സ്വന്തം മോള. ദിസ് ഈസ് പേഴ്സണൽ, നോട്ട് ആസ് എ കമ്മ്യൂണിറ്റി, ഒരു സഭ എന്നുള്ള രീതിയിലല്ല. ഇത് വ്യക്തിപരമാണ്. ഒരു കുടുംബത്തിലും കാണും ശരിക്കും രൂപാന്തരപ്പെട്ടതും, ഹല്ലേലൂയ, ശരിക്കും കർത്താവിനെ അറിയാത്തതും ഒക്കെ ഒരു കുടുംബത്തിൽ കാണും. വിശ്വാസികളുടെ ഇടയ്ക്ക് ഈ സമ്മിശ്ര ജാതി ഒത്തിരി ഉണ്ട് എന്നാണ് നമ്മൾ ആദ്യകാലം തൊട്ട് വചനത്തിൽ കാണുന്നത്. അവരാണ് പലപ്പോഴും സഭയെ ക്ഷീണിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ ഇരിക്കുന്ന നാം ഓരോരുത്തരും ഇന്നും വചനത്തിലും ആത്മാവിലും ആ ഒരു ദാഹമുള്ളതിൻ്റെ കാരണം എന്തുവാ? കർത്താവ് ഉള്ളിൽ ജീവൻ്റെ വിത്ത് നട്ടിട്ടുണ്ട്. A living seed has been planted. ഉള്ളിൽ ജീവൻ്റെ, ആ ജീവൻ്റെ വിത്താണ് അവിടെ വളരുന്നത്. ഈ വചനം കേൾക്കുമ്പോൾ അതാണ് ഉണരുന്നത്. 10ാമത്തെ വാക്യത്തിൽ അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുമ്പോൾ ആ ന്യായപ്രമാണത്തിൻ്റെ കീഴിലുള്ളവർ ജീവിച്ചോട്ട്. നിങ്ങളെങ്ങനെയാണ്? 11ാമത്തെ വാക്യം, എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധി നീതീകരിക്കപ്പെടുന്നില്ല എന്നത് സ്പഷ്ടം. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഇതും കുറിച്ചു വെക്കുന്നവർക്ക് എഴുതാം. ഹബക്കൂക്ക് ചാപ്റ്റർ 2 വേഴ്സ് 4. അവിടെ നിന്ന് ഹബക്കൂക്ക് 2-ാം അധ്യായം 4-ാം അധ്യായത്തിൽ നിന്ന് എടുത്തൊരു ഉദ്ധരണിയാണ്. അവരെന്തുവാ പറഞ്ഞത്? അവർ ആവർത്തന പുസ്തകത്തിൽ നിന്ന് എടുത്ത ഒരു ഡോസ് അങ്ങോട്ട് കൊടുത്തു. ന്യായപ്രമാണത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ, ന്യായപ്രമാണത്തിൽ തുടർന്നില്ലെങ്കിൽ നീ ശപിക്കപ്പെട്ടവൻ, അതുകൊണ്ട് ഞങ്ങൾ ന്യായപ്രമാണത്തിൽ ഇപ്പോഴും തുടരുക എന്ന് പറഞ്ഞപ്പോൾ പൗലോസ് ഓർപ്പിക്കുക, ന്യായപ്രമാണത്തിൻ്റെ കീഴിലുള്ളവർ തുടരട്ടെ. നമുക്ക് ദൈവം ഒരു പുതിയ പ്രമാണം തന്നിട്ടുണ്ട് ക്രിസ്തുവിൽ കൂടെ. സോ വി ഹാവ് ടു കണ്ടിന്യൂ. എന്തുവാണ് നമ്മുടെ ആരാധന പ്രമാണം, വിശ്വാസ പ്രമാണം ഒക്കെ എന്തുവാണല്ലേ? ദിസ് ഈസ് അവർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫെയ്ത്ത്, അല്ലെങ്കിൽ നമ്മുടെ പ്രമാണം ഇതാണ്. അതുകൊണ്ട് ഹബക്കൂക്കിൽ നിന്ന് പഴയ നിയമത്തിൽ തന്നെ എടുത്ത് എന്ത് ചെയ്യേണ്ട? ഈ പാമ്പ് പിടിച്ച അപ്പോസ്തലനെ കൊണ്ട് കൗണ്ടർ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ എന്തുവാ, ഡോസിന് കൗണ്ടർ ഡോസൊക്കെ അടുപ്പിക്കുക. അവിടെ അവരെടുത്ത അതേ ന്യായ പ്രമാണത്തിൽ നിന്ന് ഹബക്കൂക്കിൽ നിന്ന് എടുത്തിട്ട് പറയുക, യഹോവയായ ദൈവം എന്തുവാ പറഞ്ഞ? നീതിമാൻ എങ്ങനെ ജീവിക്കും? വിശ്വാസത്താൽ ജീവിക്കും. ഈ പഴയ നിയമ ഭക്തരെ പറ്റി യേശു കർത്താവ് പറഞ്ഞൊരു ഭാഗം നമുക്കൊന്ന് വായിക്കാം. ലൂക്ക് ചാപ്റ്റർ 24 വേഴ്സ് 16. ലൂക്കോസ് 24:16. ഇവിടെ എന്തുവാ സംഭവിക്കുന്നത്? കർത്താവിനെ ശരിക്കും അറിയേണ്ട പോലെ അറിയാത്ത വണ്ണം അവരുടെ കണ്ണുകൾ എന്ത് വരുക? അവരുടെ കണ്ണുകൾ അങ്ങ് മരവിച്ച് അല്ലെങ്കിൽ മന്ദമായി അങ്ങനെ നിരോധിച്ചിരിക്കുന്നു, കാണുവാൻ കഴിയുന്നില്ല. അപ്പോൾ ഇവിടെ എല്ലാം ഉള്ള പ്രോബ്ലം, ഈ ന്യായപ്രമാണത്തിലേക്ക് പോകുന്നവർ അങ്ങനെ പോകുവാൻ കാരണം കർത്താവിൽ ആശ്രയിക്കുവാൻ കഴിയുന്നില്ല, കർത്താവിനെ രുചിച്ചറിഞ്ഞിട്ടില്ല, കർത്താവിനോട് കൂടിയല്ല ചേർന്ന് നടക്കുന്ന ആർക്ക് മാത്രമേ അത് കഴിയത്തുള്ളൂ. ഞാനിപ്പോൾ 10 പ്രാവശ്യം പറയും, ഞാനൊരു വിശ്വാസിയാ, ഇന്ന സഭയിലെ വിശ്വാസിയാ, ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. നല്ല കാര്യം, അതൊക്കെ അടിസ്ഥാന ഉപദേശങ്ങളാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ലോകം ഒരു വ്യത്യാസം അറിയണമെങ്കിൽ ഐ ഹാവ് ടു വാക്ക് വിത്ത് ജീസസ്. ഇല്ല, ഞാൻ കർത്താവിനോട് ചേർന്ന് നടക്കണം. കർത്താവിനോട് ചേർന്ന് നടക്കുമ്പോൾ പല കാര്യം എൻ്റെ ജീവിതത്തിൽ നിന്ന് വിട്ടാലേ പറ്റൂ. കർത്താവിനോട് ചേർന്ന് നടക്കുമ്പോൾ ഞാൻ ഓരോ ദിവസവും കർത്താവിനെ രുചിച്ചറിയും. അങ്ങനല്ലേ? ഈ കഴിഞ്ഞ ആഴ്ച സത്യം പറഞ്ഞാൽ നമ്മുടെ ഇത്രയും പേരൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ലിമിറ്റഡ് ഒരു 3 to 5 minutes ആണ് നമുക്ക് നമ്മുടെ അനുഭവങ്ങളും പ്രബോധനങ്ങളും ഒക്കെ പറയാൻ കിട്ടുന്നത്. അല്ലെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞാൽ ആഗ്രഹമുണ്ട് ഓരോ ആഴ്ചയും നമ്മളെ നടത്തുന്ന അനേക കാര്യങ്ങളുണ്ട്. സോ ഈ കഴിഞ്ഞ ചില ദിവസങ്ങൾ തന്നെ പറയാൻ ഒത്തിരി കാര്യങ്ങൾ എനിക്കുമുണ്ട്.
ഓരോ കാര്യത്തിലും നമ്മൾ അവിടെ എല്ലാം കർത്താവിനെ രുചിച്ചറിയുക. ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ, ദൈവത്തിൻ്റെ പ്രൊവിഡൻസ്, കർത്താവിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ സ്തോത്രം, ഓരോ വിഷയം. അവിടെയൊക്കെ നമ്മൾ വീട് പോകേണ്ട ഏരിയ, ജയം കിട്ടാൻ പറ്റാത്ത ഏരിയ, സാത്താൻ പലവിധ പത്രോസിനോട് പറഞ്ഞ പോലെ നിന്നെ പാറ്റിക്കളയുവാൻ എന്തൊക്കെ ബോംബുകൾ പൊട്ടിച്ചു നമ്മുടെ ജീവിതത്തിൽ, ഇല്ലേ? ജീവൻ എടുത്താലും സ്തോത്രം, ജീവൻ കൊടുത്താലും സ്തോത്രം, സൗഖ്യം കൊടുത്താലും സ്തോത്രം. പൗലോസിനോട് പറഞ്ഞ പോലെ നിൻ്റെ വേദനയിൽ നീ എന്ത് ചെയ്യണം? കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കുക. അത് സഹിക്കാനുള്ള കൃപ, അതിനും സ്തോത്രം. അപ്പോൾ ഇവിടെ എല്ലാം മനസ്സിലാകണം, യജമാനൻ ആരാ? യജമാനൻ തീരുമാനിക്കും. ഇന്നത്തെ വിശ്വാസികൾ എന്തോ പഠിപ്പിക്കുന്നത്? നമ്മൾ അങ്ങോട്ട് പ്രാർത്ഥിച്ച് ലിസ്റ്റ് എഴുതി നമ്മൾ തീരുമാനിക്കും. കർത്താവ് ദാസനെ പോലെ ഓടി നടന്ന് എൻ്റെ മോൻ പറഞ്ഞു, മോള് പറഞ്ഞു, അതെല്ലാം ഞാൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഈ അറേഞ്ച്മെൻ്റ് അതല്ല ഇത് നടക്കുന്നത്. ആരാ ശരിക്കും യജമാനൻ? അപ്പം നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുവാണോ ഓരോ കാര്യങ്ങൾ, കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ചെയ്യണമേ എന്ന് പറഞ്ഞു കൊടുക്കുവാണോ, അതോ ദൈവം അനുവദിക്കുന്ന, ദൈവം ചെയ്യുന്നത് പോലെ അതിനെല്ലാം സ്തോത്രം പറയുവാൻ? ഇത് ആർക്ക് മാത്രമേ കഴിയത്തുള്ളൂ? അല്ല, കർത്താവിനെ രുചിച്ചറിഞ്ഞവർക്ക് മാത്രമേ കഴിയത്തുള്ളൂ. അപ്പോൾ ഈ ദിവസങ്ങൾ കർത്താവിനെ ഒന്ന് രുചിച്ചറിയുവാൻ അതിനാ നമ്മൾ ഇത്ര ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. അടുത്ത വാക്യം, ന്യായപ്രമാണത്തിനോ വിശ്വാസമല്ല ആധാരമായിരിക്കുന്നത്, അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കുമെന്നുണ്ട്. ഇവിടെ എഴുതിയിരിക്കുന്ന ന്യായപ്രമാണത്തിന് എന്തല്ല ആധാരം? വിശ്വാസമല്ല ആധാരം, അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും എന്നുണ്ടല്ലോ. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു, പ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലക്കുവാൻ. 12 13 നമ്മൾ വായിക്കുമ്പോൾ ന്യായപ്രമാണത്തിൽ എന്ത് വേണ്ട? വിശ്വാസം വേണ്ട. അവിടെ വിശ്വാസമല്ല ആധാരം, അത് അനുസരിക്കുക. ഒരു സെറ്റ് ഓഫ് റൂൾസാണ്. നമ്മൾ പഴയ നിയമത്തിലായിരുന്നേൽ, സത്യം പറഞ്ഞാൽ ഞാൻ പലപ്പോഴും നിങ്ങളെ ഓർപ്പിച്ചിട്ടുള്ള പോലെ എപ്പോഴേ നമ്മൾ ഓരോരുത്തരെയും കല്ലെറിഞ്ഞ് ഒരു അനുസരണക്കേട് മതി, ഒരു പാപം മതി നമ്മൾ എന്ത് ചെയ്യാൻ? അവിടെ ക്ഷമയില്ലല്ലോ, അവിടെ കൃപയില്ലല്ലോ, അവിടെ കരുണയില്ലല്ലോ. ഇതൊക്കെ എപ്പോഴാണ് വന്നത്? ഈ കൃപയും ക്ഷമയും ഒക്കെ വന്നത് യേശുവിൻ്റെ രക്തത്താലാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത്. ന്യായപ്രമാണത്തിൽ പാപം ചെയ്യുക, യാഗം കഴിക്കുക എന്നുണ്ടെങ്കിലും അവിടെ ഭൂമി പിളർന്ന് വിഴുങ്ങിയത് നമുക്ക് കാണാം. ഇത്രയും വിശ്വസ്തനായ മോശ 40 വർഷമാണ് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ അമ്മായപ്പൻ്റെ ആടുകൾ നോക്കി മരുഭൂമിയിൽ ട്രെയിനിങ് കിട്ടിയത്. പിന്നെ ഒരു 40 വർഷമായി ദൂഷാട്ടിയ ജനത്തെ കൊണ്ട്. എന്നിട്ട് ഞാൻ പലപ്പോഴും വിചാരിക്കാം, മോശയുടെ ഫീലിങ്സ് ഒന്ന് ഓർത്തോണം. നമ്മളൊന്നും അത്രയൊന്നും പ്രവർത്തിച്ചിട്ടില്ല. 80 വർഷം കർത്താവിന് വേണ്ടി നിന്ന വ്യക്തിയോട് കർത്താവ് എന്തോ പറഞ്ഞത്? നീ ദൂരെ നിന്ന് കണ്ടോ, നീ വാഗ്ദത്തദേശത്തിൽ എന്ത് ചെയ്യത്തില്ല. എത്ര വേദനയുള്ള കാര്യമാണ്. ഒരു കോംപ്രമൈസ് അവിടെ ഇല്ല. ആ കർത്താവ് തന്നെയല്ലേ ഇന്നും. കർത്താവിന് മാറ്റം ഉണ്ടായിട്ടില്ല. ക്രിസ്തുവിൽ കൂടെ അല്ലല്ല ഒരു കൃപയും ഒരു ക്ഷമയും ഒക്കെ നിൽക്കുന്നതുകൊണ്ടാണ് പാപത്തിൽ തുടരാനല്ല നമ്മൾ നശിച്ചു പോകാത്തത്. വി സ്റ്റിൽ എക്സിസ്റ്റ് ഇൻ ഫെയ്ത്ത്. നമ്മളിപ്പോഴും കൃപയിൽ അല്ലെങ്കിൽ വിശ്വാസത്തിൽ നിലനിൽക്കുന്നത്. അപ്പം ഇവിടെ പറയുക, ലേവ്യ പുസ്തകത്തിൽ നിന്ന് എടുത്തിരിക്കുന്ന, ലേവ്യ പുസ്തകം 18-ാം അധ്യായത്തിൽ നിന്ന് എടുത്തിരിക്കുന്ന ഉദ്ധരണിയാണ് ഇവിടുത്തെ 12-ാമത്തെ വാക്യം. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, അവിടെ വിശ്വാസമല്ല ആധാരം, അവിടെ ക്രിസ്തു അല്ല ആധാരം, അവിടെ ക്രിസ്തുവിൽ കൂടെ ഒരു ക്ഷമയൊന്നുമില്ല, ക്രിസ്തുവിലുള്ള വിശ്വാസവുമില്ല. അവിടെ ആധാരം ഒരു സെറ്റ് ഓഫ് റൂൾസാണ്. അത് ന്യായപ്രമാണത്തില്ല. ആ ന്യായപ്രമാണം എന്തുവാണ്? 13-ാമത്തെ വാക്യം, ആരെങ്കിൽ ആ വില കൊടുത്താലേ പറ്റത്തുള്ളല്ലോ. അതുകൊണ്ട് പഴയ നിയമ ഭക്തനായിട്ട് ജീവിച്ച്, അതുകൊണ്ട് ന്യായപ്രമാണം അനുസരിച്ച് എല്ലാ കാര്യങ്ങളും പഴയ നിയമ ഭക്തനായിട്ട് ജീവിച്ച് ഇവിടെ എഴുതിയിരിക്കുന്ന പോലെ നമ്മുടെ ശാപം വഹിക്കുവാൻ കർത്താവ് തന്നെ ശപിക്കപ്പെട്ടവനായി, കർത്താവ് തന്നെ ശാപം ഏറ്റുകൊണ്ട് ക്രൂശിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ. പഴയ നിയമം ഒരു ഭക്തൻ്റെ ദൃഷ്ടിയിൽ നോക്കിയാൽ, അല്ലെങ്കിൽ ഈ ഓൾഡ് ടെസ്റ്റ്മെന്റ് ന്യായപ്രമാണം അനുസരിച്ച് നോക്കിയാൽ, ഹൂ ഇസ് ജീസസ്? ശപിക്കപ്പെട്ടവൻ. പക്ഷെ പുതിയ നിയമത്തിൻ്റെ കണ്ണിൽ കൂടി നോക്കിയാലോ, പുതിയ നിയമ പ്രമാണത്തിൻ്റെ കണ്ണിൽ കൂടി നോക്കിയാലില്ല, ഈസ് എ സേവിയർ ഓഫ് ദ ഹോൾ വേൾഡ്, ലോകരക്ഷകനായില്ലേ. പഴയ നിയമത്തിൽ കൂടി നോക്കിയാൽ യേശു ആരാ? ശപിക്കപ്പെട്ടവനാ. ക്രൂശിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കും. അപ്പോൾ പഴയ നിയമത്തിൽ കൂടെ ആ പ്രമാണത്തിന് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് വേണ്ടി നമ്മുടെ എല്ലാ പാപത്തിനു വേണ്ടിയും ശാപത്തിനു വേണ്ടി 2 കൊരിന്ത്യൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പഠിച്ചു വന്ന ഒരു വാക്യമാണ്, നമുക്ക് പെട്ടെന്നൊന്ന് വായിക്കാം. 2 കൊരിന്ത്യർ 5:21. നമ്മൾ ദൈവത്തിൻ്റെ നീതിയാകാൻ, നമ്മൾ ക്രിസ്തുവിൽ കൂടെ ആത്മീയമായിട്ട് അനുഗ്രഹിക്കപ്പെടുവാൻ യേശു നമുക്ക് വേണ്ടി പാപമായി. ഇവിടെ എഴുതിയിരിക്കുന്നു, യേശു നമുക്ക് വേണ്ടി ശാപമായി. ഇല്ലേ? ഞാൻ പറഞ്ഞില്ലേ, പഴയ നിയമം അനുസരിച്ച് യേശു ശപിക്കപ്പെട്ടവരാ.
പക്ഷേ എങ്കിൽ ലോകത്തിന് മുഴുവനും ഇന്ന് ഒരു യേശു കർത്താവ് ആരാ? ഒരു അനുഗ്രഹമാ, രക്ഷിതാവാ. ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ, നോർത്ത് ഇന്ത്യയിലാണല്ലോ ആന്ധ്രയിലാണല്ലോ, അവിടെ എല്ലാം ഒരു പ്രഭു എന്നാണ് പറയുന്നത്. യേശു പ്രഭു, യേശു പ്രഭു എന്നും പറയും. തെലുങ്കിൽ ആന്ധ്ര ചെന്ന് യേശു പ്രഭു എന്നും പറയാം. ഒരു പ്രഭു, ലോഡ്. ഹിന്ദുക്കൾ വിളിക്കുന്ന അങ്ങനെ. സൗഖ്യം വേണം അവർക്ക്. ആ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ കഴിയുന്നില്ല. സൗഖ്യം വേണം. ഇവരെല്ലാം പ്രാർത്ഥന. ഒരു മീറ്റിംഗ് കഴിഞ്ഞാൽ 100 കണക്കിന് 1000 ആൾക്കാർ. വലിയ മീറ്റിംഗ് കൺവെൻഷനൊക്കെ ആണെങ്കിൽ ഭയങ്കര ഓരോ ലൈനിൻ്റെ അകത്ത് 100 പേര് കാണും. അങ്ങനെ 10 പാസ്റ്റേഴ്സോളം നിൽക്കും. വലിയ കൺവെൻഷനാണ്. അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ടീമായിട്ട് പോകുമ്പോൾ ഞങ്ങൾ 5-6 പേരേ ഉള്ളൂ. ഓരോരുത്തരുടെ പേരിൽ 100 പേര് എപ്പോഴും ഉണ്ട്. ആ ഗ്രാമം മുഴുവൻ പൂജാരികൾ വന്ന് തലകുനിച്ച് നിന്നിട്ടുണ്ട്. അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുവാൻ നമ്മുടെ ടീമിനെ ദൈവം സഹായിച്ചിട്ടുണ്ട് പല പ്രാവശ്യം. സ്വതന്ത്രം. അവർക്കൊക്കെ എന്തും അറിയാം. സൗഖ്യം വേണോ? പല പ്രശ്നത്തിൽ കൂടി കടന്നു പോകുന്നവരാണ്. ക്യാൻസറും പല പ്രശ്നത്തിൽ കൂടി കടന്നു. സൗഖ്യം വേണോ? എവിടെയുള്ളൂ. സമാധാനവും സന്തോഷവും വേണോ? അവിടെ ഇങ്ങനെ പല്ലും ഒക്കെ വെളിയിൽ ഇങ്ങനെ ഇട്ടിട്ട് കാളിയുടെ രൂപത്തിലൊക്കെ ഇരിക്കുന്ന ദൈവങ്ങളാണല്ലോ അവർക്ക്. ശിക്ഷ മാത്രമേ അവിടെ ഉള്ളൂ. അവിടെ അവരെ പ്രസാദിപ്പിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഈ ഭവനം അല്ലെങ്കിൽ കൂദാശയ്ക്ക് പോലും അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് പോലും പൊതുവെ പറഞ്ഞ പെരവാസ്തോലി എന്ന് പറയുവാൻ കാരണം വാസ്തവൻ എന്ന് പറയുന്ന ഭൂതത്തിന് കൊടുക്കുന്ന ഒരു ബലിയാണ്. സിവിൽ എഞ്ചിനീയറിംഗ് അറിയാവുന്നവർക്കല്ല, ഇപ്പം സിവിൽ എഞ്ചിനീയറിംഗിൽ ഒരു സബ്ജക്റ്റ് തന്നെ വാസ്തുശാസ്ത്രമാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് അവിടെ ഈ പ്ലാന്റ് അകത്ത് ഫിറ്റ് ചെയ്യണം. ഫിറ്റ് ചെയ്ത് കുടവാരൻ ഭൂതമാണ്. ആ ഫിറ്റ് ചെയ്തു. അതുകൊണ്ട് ഡൈനിങ് റൂം എപ്പോഴും വലുതായിരിക്കും സിറ്റിംഗ് റൂമിനേക്കാൾ. ഫിറ്റ് ചെയ്തില്ലെങ്കിൽ ആ മൂല, പിന്നെ മൂലയാ, കന്നിമൂല, ഇങ്ങനെ ഓരോ മൂല, ഇതൊക്കെ അങ്ങോട്ട് മതിലിടിച്ച് പൊളിച്ച് വലുതാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഭൂതത്തെ സന്തോഷിപ്പിക്കാൻ ഇവരെന്തും ചെയ്യും. അവിടെ ഈ മൂർത്തികളെ എന്ത് ചെയ്തണം? പേടിച്ചാണ് ജനം, ഇഷ്ടപ്പെട്ടിട്ടല്ല, പേടിച്ചാ ജനം സന്തോഷപ്പെടുത്തും. പക്ഷേ ഇവിടെ എന്തുവാ? ഇതൊരു ബന്ധമാണ് ദൈവമക്കളെ. ഇതൊരു ബന്ധമാണ്. ഈ ലോകത്തിൽ മാത്രമല്ല, ഇത് നമ്മുടെ കുടുംബം ഇറ്റേണൽ അല്ല. പറയുമ്പോൾ വിഷമമാണ്, കേൾക്കുമ്പോഴും വിഷമമാണ്. പക്ഷേ സത്യമാണ്. ഈ ഭാര്യ ഭർത്താവ് ബന്ധം, മക്കളപ്പൻ ബന്ധം, സഹോദരങ്ങൾ ബന്ധം, കാഹളമൂതുന്ന വരെ മാത്രമേ ഉള്ളൂ. സ്വർഗീയ ശരീരം പ്രാപിക്കുമ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് വന്നിരുന്നാൽ നോക്കിയൊന്ന് ചിരിക്കുമോ എന്ന് പോലും എനിക്കറിയത്തില്ല. ബിക്കോസ് എൻ്റെ ഫോക്കസ് എവിടെ ആയിരിക്കും? ടുവേർഡ്സ് ദ ത്രോൺ ഓഫ് ഗ്ലോറി, തേജസ്സിൻ്റെ സിം. അങ്ങനെ ആ ശരീരത്തിൽ, ഇപ്പോൾ ഈ ജഡീക ശരീരത്തിലുള്ളതുകൊണ്ടും ഒരു കുടുംബമായിട്ട് ഇവിടെ കർത്താവ് ചേർത്തിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഫീലിങ്സോ എനിക്ക് തിരിച്ചറിയാം സ്വർഗത്തിൽ എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എൻ്റെ ഫീലിങ്സും സ്നേഹവും മുഴുവനും പൂർണ്ണ ഹൃദയത്തോട് ഈ സ്വർഗീയ ശരീരം പ്രാപിച്ചുകൊണ്ട് ക്രിസ്തുവിനോടായിരിക്കും. എല്ലാവരുടെയും സ്വർഗത്തിൽ പോകുന്ന എല്ലാ കർത്താവിനെ മണവാട്ടിയായിട്ട് യോഗ്യരായിത്തീരുന്നത്. അപ്പോൾ ഈ ഫാമിലി റിലേഷൻഷിപ്പ് പോലും താൽക്കാലികമായ ദൈവമക്കളെ ചില വർഷങ്ങൾ വരെ മാത്രം. ഇന്നലത്തെ അടക്കത്തിനില്ലേ, ആ അച്ഛൻ അല്ലെങ്കിൽ ആ പാസ് നല്ല ഒരു ശുശ്രൂഷ ചെയ്തു. നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളെല്ലാം 43-45 വർഷം ശുശ്രൂഷ ചെയ്തു. താൻ പോയി. അല്ലെങ്കിൽ കുടുംബക്കാരോട് എന്ത് ചെയ്തു? അപ്പോൾ ഫാമിലി റിലേഷൻ എവിടെ വരെ ഉള്ളൂ? ആ പെട്ടി മണ്ണിൽ മുക്കുന്നവരെ അല്ലെങ്കിൽ കുഴിക്കുന്നവരെ മാത്രമേ ഉള്ളൂ. ടാറ്റ പറഞ്ഞിട്ടെങ്കിൽ പോരും. വേർപാടിൻ്റെ ദുഃഖമെന്നും കാണും. ഹാലല്യ. പക്ഷെ അതിലും വലിയൊരു സന്തോഷം ഉള്ളിൽ വരുമ്പോൾ ആ ദുഃഖം അങ്ങ് മറന്നു പോകും. ബിക്കോസ് ഹാലല്യ, ഈ റിലേഷൻ ഈസ് ഇറ്റേണൽ. ക്രിസ്തുവുമായിട്ട് ഞാൻ പറഞ്ഞില്ല, ഇതൊരു ബന്ധമാണ്. ഇത് ഈ ലോകത്തിലും വരുവാനിരിക്കുന്ന ലോകത്തിലും സ്വർഗത്തിലും ഹാലല്യ നിത്യതയിൽ, പ്രൈസ് ദി ലോർഡ്, 1000 ആണ്ട് വാഴ്ചയിലും നിത്യതയിലും എല്ലാം ഇതൊരു ബന്ധമാണ്. ആ ബന്ധത്തിൻ്റെ കാര്യമാണ് ഈ ഗലാത്യ സഭയോടും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചപ്പോൾ കൊരിന്ത്യ സഭയോടും ഒക്കെ നിങ്ങളുടെ ആചാരം കൊണ്ടും നിങ്ങളുടെ പാപം കൊണ്ടും നിങ്ങളുടെ ബലഹീനത കൊണ്ടും നിങ്ങളുടെ ലോകസ്നേഹത്തിൽ കൊണ്ടും നിങ്ങൾ ലോകത്തിൽ വലിയവനാകുവാനുള്ള ആഗ്രഹം കൊണ്ട്, ദ്രവ്യാഗ്രഹം കൊണ്ട് പ്ലീസ് ഈ ഇറ്റേണൽ റിലേഷൻഷിപ്പ് നശിപ്പിക്കല്ലേ. അല്ലെങ്കിൽ നമ്മൾ അറിയാതെ ലോകത്തിൻ്റെ സുഖത്തിനും പ്രാധാന്യത കൊടുക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് ക്രിസ്തുവിനോട് താമസിക്കുവാനുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. കർത്താവിൻ്റെ മണവാട്ടിയായിട്ട് ആയിത്തീരുവാനുള്ള ആ ദൈവം നമ്മളെ പണിതുകൊണ്ടിരിക്കുക ഒരുക്കം. അതുകൊണ്ട് നമ്മുടെ ഫോക്കസ് മാറിപ്പോകല്ലേ, മനസ്സിൽ മാറിപ്പോകല്ലേ എന്ന് ഓർപ്പിച്ചുകൊണ്ടാണ്, ഇവരെ വളരെ വ്യക്തമായിട്ട് ഓർപ്പിച്ചുകൊണ്ടാണ് അടുത്ത 14-ാമത്തെ വാക്യം വായിച്ചത്. എബ്രഹാമിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് പറയുന്നത്. എബ്രഹാമിന് ഈ ബന്ധം പ്രമാണം കിട്ടുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നു. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പഠിച്ച, ഈ അധ്യായത്തിൻ്റെ തുടക്കത്തിലും നമ്മൾ പഠിച്ചതാണ്. സ്തോത്രം. ഈ വിശ്വാസം എബ്രഹാമിൽ ദൈവത്തിന് ഉള്ള വിശ്വാസം ന്യായപ്രമാണം കിട്ടുന്നതിൻ്റെ മുമ്പേ. അപ്പോൾ ഈ ന്യായപ്രമാണം ഒന്നുമല്ല ഒരാളും ദൈവവുമായിട്ടുള്ള ബന്ധം. കർത്താവ് നമ്മളോട് സംസാരിക്കുക, കർത്താവ് നമ്മളെ വിളിച്ചെടുക്കുക. അപ്പം നമ്മളും കർത്താവുമായിട്ടൊരു സംസാര ബന്ധമുണ്ട്. അത് ന്യായപ്രമാണത്തിൽ കൂടെ അല്ല. ഇവിടെ 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചില്ല, ഈ ന്യായപ്രമാണം ഒരു ശാപമായിരുന്നു. ക്രിസ്തു ആരിൽ കൂടാണ് ആ ശാപം നീക്കിയത്? ക്രിസ്തുവിൽ കൂടെ ആ ശാപം നീക്കിയത്. അപ്പം ഈ ക്രിസ്തു വരുന്നത് വരെയും ഈ ഇസ്രായേൽ മക്കളെല്ലാം എന്തിലാണ് ജീവിച്ചത്? അവർക്കൊരു ഫുൾ റിഡംഷൻ ഇല്ലാതെ അവരും ഒരു ശാപത്തിലായിരുന്നു. ക്രിസ്തുവിൽ കൂടാണ് ആ ശാപം നീക്കിയത്.
എബ്രായ ലേഖനത്തിലും പിന്നെയും വീണ്ടും ഓർപ്പിക്കുന്ന പോലെ ഈ കൊരിന്ത്യർ ലേഖനത്തിലൊക്കെ ഓർപ്പിക്കുന്ന ഈ മൂടുപടം മാറിയത് എങ്ങനെയാണ്? കർത്താവുമായിട്ടുള്ള ബന്ധം ക്ലിയർ ആയത് എങ്ങനെ? അപ്പൻ മകൾ എന്നുള്ള ബന്ധം വന്നത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് ത്രൂ ക്രൈസ്റ്റ്. ആ മൂടുപടമെല്ലാം നീങ്ങിയത് ക്രിസ്തുവിൽ കൂടെ. ന്യായപ്രമാണത്തിൽ കൂടി മൂടുപടം നീങ്ങത്തില്ല. ന്യായപ്രമാണത്തിൽ കൂടി ബന്ധം ഉറപ്പിപ്പം ന്യായപ്രമാണം ഒരു ശാപമായിട്ട് തന്നെ നിൽക്കുമ്പോൾ ക്രിസ്തുവിൽ കൂടാണ് ആ ശാപം മാറിയ എന്ന് 13-ാമത്തെ വാക്യത്തിൽ ഓർപ്പിച്ചിട്ടാണ് അവൻ നമുക്ക് വേണ്ടി ശാപമായി തീർന്നു എന്ന് ഇവിടെ വീണ്ടും 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു. എബ്രഹാമിൽ കൂട് ആ അനുഗ്രഹം. 15-ാമത്തെ വാക്യം. ഇതൊക്കെ അവർ ചോദിച്ച ചോദ്യത്തിന് മറുപടികളോടാണ്. നമ്മൾ വിചാരിക്കും എന്താ പൗലോസ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഇങ്ങനെ ഫിലോസഫിക്കലായിട്ടും ന്യായപ്രമാണം എടുത്തും ഈ നമ്മളാരും യഹൂദന്മാരല്ലല്ലോ, പിന്നെ എന്തിനായി ന്യായപ്രമാണം പഴയ നിയമം എടുത്തിട്ട് ഇത്ര അവർ പറയുന്ന ഓരോ അവരുടെ ന്യായപ്രമാണത്തിൽ തന്നെ എടുത്താണ്. ഇപ്പം നമ്മൾ ഈ വായിക്കുന്ന ഓരോ വാക്യങ്ങളും പഴയ നിയമത്തിൽ നിന്ന് എടുത്തുള്ള ഒരു ഉദ്ധരിച്ചുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. യെസ്, 15. സഹോദരന്മാരെ, ഞാൻ മനുഷ്യരുടെ ഇടയിൽ നടപ്പുള്ള ഒരു ദൃഷ്ടാന്തം പറയാം. ഒരു മനുഷ്യന്റെ നിയമമായാലും അതിന് ഉറപ്പ് വന്ന ശേഷം ആരും ദുർബലമാക്കുകയോ അതിനോട് വല്ലതും കൂട്ടിച്ചേർപ്പിക്കുകയോ ചെയ്യുന്നില്ല. ഞാൻ സഹോദരന്മാരെ നിങ്ങളോട് ഒരു കാര്യം പറയാം. ഒരു പ്രമാണം, ദൈവവുമായിട്ടൊരു കവനൻറ്റ്, ഒരു ഉടമ്പടി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഉള്ളതല്ല, മനുഷ്യനുമായിട്ടാണെങ്കിൽ പോലും എന്ത് ചെയ്തിട്ടില്ല, ഒരു എഗ്രിമെൻറ്റ്. ചിലരൊക്കെ വീട് വാങ്ങിക്കാൻ എന്ത് ചെയ്യും, ഒരു എഗ്രിമെൻറ്റ് എടുത്തു. 6 മാസം കഴിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞ് ഫുൾ പേയ്മെൻറ്റ് ചെയ്ത് അപ്പോഴാണ് രജിസ്ട്രേഷൻ നടക്കുന്നത്. അത് തെറ്റിച്ച് കഴിഞ്ഞാൽ അതിന് ഫസ്റ്റ് പാർട്ടി തെറ്റിച്ചാൽ വലിയ തെറ്റ്, സെക്കൻഡ് പാർട്ടി തെറ്റിച്ചാൽ അത് വലിയ അവരെ കാശ് തിരിച്ചു കൊടുക്കണം. ഫസ്റ്റ് പാർട്ടി തെറ്റിച്ചാൽ കൊടുത്ത കാശ് അഡ്വാൻസ് ചെയ്തിട്ടില്ല, പിന്നെ തിരിച്ച് കിട്ടത്തില്ല എന്ന് പറഞ്ഞാണ് ആ എഗ്രിമെൻ്റ് ഒക്കെ എഴുതുന്നത്. അപ്പോൾ ഒരു എഗ്രിമെൻറ്റ് തെറ്റിച്ചാൽ ആരും തെറ്റിക്കത്തില്ല. ഒരു എഗ്രിമെൻറ്റ് ചെയ്താൽ അത് തെറ്റിക്കാതിരുന്നോണം. അത് എന്ത് ചെയ്താൽ അത് വാക്കാ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ പറയുക കർത്താവുമായിട്ട് എന്തുവാ നമ്മളൊരു എഗ്രിമെൻ്റ് എടുത്തതാ സ്തോത്രം എന്ന് പറഞ്ഞിട്ടാണ്. എന്നാൽ അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതികൾക്കും എന്ന് അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കും. ആ ഭാഗങ്ങളൊക്കെ നമുക്ക് ദിപ്സരൻ ദേവദാസന്മാർ ശുശ്രൂഷിക്കുന്നതാണ്. ഏകനെ കുറിച്ചാണ് പറയുന്നത്. എബ്രഹാമിൽ കൂടി വി ഗോട്ട് ദ പ്രോമിസ്. എബ്രഹാമിന് ഇസ്മായിലും ഇസാക്കും ഒക്കെ ഉണ്ടായിരുന്നു. ഇസാക്കിന് യാക്കോബ് ഉണ്ടായിരുന്നു. യാക്കോബിന് 12 മക്കളുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് മക്കളുണ്ടായി. എബ്രഹാമിന് സന്തതികളിൽ കൂട് എന്ന് വെച്ചാൽ അവർ ഇസ്രയേലാണ്. യാക്കോബിൻ്റെ മക്കൾ ആരാണ്? ഇസ്രയേൽ. എബ്രഹാമിൻ്റെ സന്തതികൾ കൂടല്ല നമ്മൾ അനുഗ്രഹം പ്രാപിച്ചത്, ഏകൻ. നമുക്കറിയാമല്ലോ ബൈബിൾ എത്ര വ്യക്തമായിട്ട് ആ സന്തതി ആരാ. അപ്പോൾ ആ പ്രോമിസ് ക്രിസ്തുവിൽ കൂടെ നമുക്കെല്ലാം വിടുതലുണ്ട്, രക്ഷയുണ്ടെന്ന പ്രോമിസ് പണ്ട് തൊട്ടുള്ള ആരംഭത്തിൽ തൊട്ടുള്ളതാണ്. ന്യായപ്രമാണം കൊടുക്കുന്നതിന് മുമ്പേ ഉള്ളതാണ്. പക്ഷെ ഒരിച്ചിരി വെയിറ്റ് ഉണ്ട് ഈ പ്രോമിസ് ഫുൾഫിൽഡ് ആകുവാൻ, ഈ വാഗ്ദത്തം നിവർത്തിക്കപ്പെടുവാൻ ഒരിച്ചിരി വെയിറ്റ് ഉണ്ട്. എബ്രഹാമിൻ്റെ കാലഘട്ടത്തിൽ എത്ര വർഷം ഉണ്ടായിരുന്നു? 17-18 വായിച്ചേ. ഞാൻ പറയുന്നതിന് താല്പര്യമോ 430 ആണ്ട് കഴിഞ്ഞിട്ട് ഉണ്ടായ ന്യായപ്രമാണം വാഗ്ദത്തത്തെ നീക്കുവാൻ തക്കവണ്ണം അത് ദൈവം മുമ്പ് ഉറപ്പാക്കിയ നിയമത്തെ ദുർബലമാക്കി. ഇവിടെ എബ്രഹാമിന് 430 വർഷം എന്നിട്ട് എബ്രഹാമിന് കൊടുത്തതാണ് നിനക്കൊരു വാഗ്ദത്ത ദേശം കിട്ടും, ആ പ്രോമിസ്. ഇത് എത്ര വർഷം കഴിഞ്ഞിട്ട്, ഇത് മോശ കഴിഞ്ഞിട്ട് യോശുവയുടെയും കാലേബിൻ്റെയും കാലഘട്ടത്തിലാണ് വാഗ്ദത്തം കിട്ടിയത്. ആ ഒരു കാലഘട്ടത്തെ പറ്റി ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, അതിന് റെഫറൻസ് ഉണ്ട്, കുറിക്കുന്നവർക്ക് എഴുതാം. എക്സോഡസ് ചാപ്റ്റർ 12 വേഴ്സ് 40-41. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 40-41 വാക്യത്തിൽ അവിടെ എഴുതിയിട്ടുണ്ട്. അത് വായിക്കേണ്ട, നിങ്ങൾ കുറിച്ച് വെച്ചോ, പിന്നീട് വായിച്ചോ. ഈ 430 വർഷത്തിൻ്റെ കാര്യം അവിടും എഴുതിയിട്ടുണ്ട്, വീണ്ടും പുതിയ നിയമ ഭാഗത്തിൽ അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം എബ്രഹാമിന് പ്രമാണം കൊടുത്തു വാഗ്ദത്ത ദേശം, ഇവിടും എഴുതിയിട്ടുണ്ട്. ഈ 430 വർഷം കഴിഞ്ഞിട്ടാണ് എബ്രഹാമിൻ്റെ സന്തതികൾക്ക് എവിടെ കടന്നത്. നമ്മൾക്കും രക്ഷിക്കപ്പെട്ടപ്പോൾ ഒരു വാഗ്ദത്തമുണ്ട്. എന്തുവാ വാഗ്ദത്തം? അവനിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം അവൻ്റെ മക്കളായി തീരുവാൻ. ഇത് വിശ്വാസത്തിൽ കൂടെയുള്ള വാഗ്ദത്തമാണ്. ഇല്ലേ? യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറഞ്ഞു, ഓൾ ദോസ് ഹു ബിലീവ് ഇൻ ഹിം ഹാവ് ദ റൈറ്റ് ടു ബിക്കം ദ ചിൽഡ്രൻ ഓഫ് ഗോഡ് എന്നാണ് ജോൺ ചാപ്റ്റർ 1. അല്ലെ യോഹന്നാൻ സുവിശേഷം. അപ്പം നമുക്കൊരു അവകാശമുണ്ട്. അവനിൽ വിശ്വസിക്കുന്നവർക്ക് അവൻ്റെ പ്രിയ മക്കളായി തീരുവാൻ ഒരവകാശമുണ്ട്. അത് കാശ് കൊടുത്ത് കിട്ടിയതല്ല, അത് കുടുംബമഹിമ കൊണ്ട് കിട്ടിയതല്ല, ഇസ്രായേൽ മക്കളായതുകൊണ്ട് യഹൂദനായതുകൊണ്ട് കിട്ടിയതല്ല. അത് ഞാൻ ക്രിസ്തുവിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു, എൻ്റെ ജീവിതം ക്രിസ്തുവിൽ സമർപ്പിച്ചു, അതുകൊണ്ട് എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ ഈ രക്ഷ എന്ന് പറയുന്നത് പാസ്റ്റർ പറഞ്ഞുകൊണ്ട് ഏറ്റു പറഞ്ഞല്ല. അങ്ങനെ ഏറ്റു പറയുന്നവരൊന്നുകൂടെ രക്ഷിക്കപ്പെടണം. പ്രായമായില്ലേ, കടം മാറും, സ്നാനപ്പെടുക എന്ന് പറഞ്ഞുകൊണ്ട് സ്നാനപ്പെട്ടതല്ല. ഈ സ്നാനത്തേക്കാൾ ഇമ്പോർട്ടൻ്റ് എന്തുവാ? കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചില്ലേ, ഈ പരിച്ഛേദനയേക്കാൾ സ്നാനത്തേക്കാൾ ഇമ്പോർട്ടൻ്റ് എന്തുവാ? സമർപ്പണമാണ്, വിശ്വാസമാണ്. ആ വിശ്വാസത്തിൻ്റെ അകത്ത് പൂർണ്ണ അനുസരണമുണ്ട്. രക്ഷിക്കപ്പെട്ട സമയത്ത് പറഞ്ഞതാ, ലോർഡ് ഐ ഗിവ് മൈ ലൈഫ് ടു യു. സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. ഇപ്പം ലൈഫ് പോട്ട് ഒരു തീരുമാനം പോലും വിട്ടുകൊടുക്കത്തില്ല.
ഒരു കൊച്ചു തീരുമാനം പോലും, നമ്മുടെ കൊച്ചു കുഞ്ഞിൻ്റെ ഒരു കൊച്ചു തീരുമാനം പോലും എന്ത് ചെയ്യത്തില്ല, അത് ഞാനെടുക്കും തീരുമാനം. ഇറ്റ്സ് മൈ ലൈഫ്, മൈ കാരിയർ, എൻ്റെ ഫ്യൂച്ചർ എന്നൊക്കെ എത്ര ദൈവമക്കൾ അഹങ്കാരത്തോട് പറയുന്നത് കണ്ടിട്ടില്ല. നമ്മൾ ഓർത്തോണം, രക്ഷിക്കപ്പെട്ട സമയത്ത് എടുത്ത തീരുമാനം ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്യുക. ഇനിയൊക്കെ രക്ഷിക്കപ്പെടുന്നവരാരെങ്കിലും കൊണ്ടൊന്ന് മൊബൈലൊക്കെ പിടിപ്പിക്കണം, വീഡിയോ ഒക്കെ പിടിപ്പിക്കണം, എന്നിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് എടുത്ത് കേൾക്കാം. അത് വല്ല ഹാർഡ് ഡിസ്കിനകത്തോ ഗൂഗിളിൻ്റെ അകത്തൊക്കെ ഫോട്ടോസ് വീഡിയോസിൻ്റെ അകത്തൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യുക. അവിടെ കിടക്കട്ടെ സെർവറിൽ. ഇടയ്ക്കൊന്ന് മറന്നു പോകുമ്പോൾ എടുത്തൊന്ന് കേൾക്കുന്നേ. ആ കണ്ണുനീരോടുകൂടി നമ്മൾ പറഞ്ഞു. നമ്മളിപ്പോൾ മറന്നുപോയി. ഇവിടെ ഇരിക്കുന്നവരൊക്കെ ഞങ്ങളെല്ലാം വലിയ അങ്ങ് ആത്മീയരായിട്ടിരിക്കുക. സോ അന്ന് നമ്മൾ കണ്ണുനീരോട് കർത്താവേ എൻ്റെ ജീവിതം കർത്താവിൻ്റെ സന്നിധിയിൽ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കും. കർത്താവിന് എന്ത് പറഞ്ഞാൽ എന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് വിളിച്ചാലും ഞാൻ ഇറങ്ങിക്കൊള്ളാം എന്ന് വിളിക്കുന്ന എത്ര പേര് പറഞ്ഞിട്ടുണ്ട്. സോ അതൊക്കെ ഒന്ന്, ആ നല്ല മൂമെൻറ്റ്സ് ഒക്കെ ഒന്ന് റെക്കോർഡ് ചെയ്യണം. അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് ഇടയ്ക്ക് ഒന്ന് എടുത്ത് കേൾക്കണം. അപ്പോൾ ഇവിടുത്തെ പ്രമാണം മുഴുവനും ന്യായപ്രമാണമല്ല, ചില ക്രിയകളല്ല, ചില കർമ്മങ്ങളല്ല, ചില ആചാരങ്ങളല്ല. ഇവിടെ കർത്താവുമായിട്ടുള്ള ബന്ധം വിശ്വാസത്താല. അതിന് ഈ പറയുന്ന കാര്യത്തേക്കാൾ എല്ലാം വിലയുണ്ട്. നമ്മൾ കർത്താവിലുള്ള വിശ്വാസത്തിന് ഈ പറയുന്ന പഴയ നിയമത്തിലെ പൊന്നു കൊടുത്തുള്ള വീണ്ടെടുപ്പ് വിലയേക്കാൾ എന്തുണ്ട്, സ്വർണത്തെക്കാളും വിലയുണ്ട് എന്നാണ്. അപ്പോൾ 430 വർഷം കഴിഞ്ഞിട്ടാണ് അവർക്ക് അത് ഫുൾഫില്ലായ. നമുക്ക് രക്ഷിക്കപ്പെട്ടപ്പോൾ തൊട്ട് നമ്മൾ കാത്തിരിക്കുക. ഒരു സ്വർഗമുണ്ട്, കർത്താവ് എനിക്ക് വേണ്ടി പണിയുന്നൊരു ഭവനമുണ്ട്. അതിതുവരെയും ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ആർക്കും ചിന്തിക്കാൻ പറ്റാത്തതിനേക്കാൾ അതിമനോഹരമായി, എന്ന് വെച്ചാൽ നമ്മുടെ അൺഇമാജിനബിൾ ഇല്ലേ, ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത പോലൊരു, നമ്മൾ ഈ കൊട്ടാരമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളല്ലോ. കൊട്ടാരമൊന്നും അല്ല ദൈവമക്കളെ, ഞെട്ടിപ്പോ. അന്ന് നമ്മൾ എന്ത് ചെയ്യും, അത് ഈ ഞെട്ടലിലൊക്കെയാണ് ചിലപ്പം പോയേനെ നമ്മൾ. പക്ഷെ അന്ന് സ്വർഗീയ ശരീരമായതുകൊണ്ട് അത് ആ ഞെട്ടലല്ല, അതൊരു സന്തോഷമാ. കാര്യം ഇത് എനിക്ക് വേണ്ടി പണിത വാസസ്ഥലമാണ്. അപ്പം ഈ സ്വർഗം എന്നുള്ള ഒരു മിത്തല്ല, എന്തുവാണ്, റിയാലിറ്റിയാണ്, ഒരു ഐതിഹ്യമല്ല, ഇതൊരു സത്യമാണ്. എനിക്ക് വേണ്ടി ഭവനം കർത്താവ് പണിതുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തുവാണ്, അതിമനോഹരമായിട്ട് എൻ്റെ കർത്താവ് വീണ്ടും വീണ്ടും ഡിസൈൻ ചെയ്തുകൊണ്ട് സ്വർഗീയമാക്കിക്കൊണ്ടിരിക്കുന്നു. രത്നങ്ങളും അതിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ പോലും എന്തുവാ, ഡയമണ്ടും എംറൽഡും അമത്തിസ്റ്റും റൂബിയും ഇതൊക്കെയാണ് കല്ലുകളാണ്. ടൊപ്പാസ്, നവരത്നങ്ങളുണ്ടല്ലോ, എനിക്ക് പേരൊക്കെ അറിയാം. ഈ കല്ലുകളൊക്കെയാണ് അതിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ. പിന്നെ മേളിലോട്ടുള്ള പണി നിങ്ങൾ പറയണോ, എത്ര മനോഹരമായിരിക്കും. ഇടയ്ക്കൊക്കെ നിങ്ങൾ അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കാറുണ്ട് നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ. പ്ലീസ്, പൗലോസ് ഈ പ്രത്യാശയാണ്. എന്നാലേ ആ സ്വർഗീയ പ്രത്യാശയിൽ ഇടയ്ക്കൊക്കെ കഷ്ടത ദൈവം അനുവദിക്കുന്നത് എന്തിനാണ് നമ്മുടെ ജീവിതത്തിൽ. പലരും ചോദിച്ചു, കഴിഞ്ഞ ആഴ്ച ഒരു കുടുംബം ചോദിച്ചു, എപ്പോഴും വീണ്ടും ഞാൻ കഷ്ടതയാണല്ലോ വരുന്നത്, വേദനയാണല്ലോ വരുന്നത്, എന്തിനാണ് ഈ വേദനയൊക്കെ ഇടയ്ക്ക് അനുവദിക്കുന്നത്? അല്ലെങ്കിൽ നമ്മൾ ബെല്ലും ബ്രേക്കും ഇല്ലാത്ത വണ്ടി പോലല്ലേ, സൈക്കിൾ പോലല്ലേ, ആ ഒരു പോക്കങ്ങ് പോവല്ലേ. ഇടയ്ക്കൊക്കെ ഒന്ന് ബ്രേക്ക് പിടിക്കുന്നത് എന്തിനാ ദൈവമക്കളെ? അപ്പോഴാണ് ഒന്ന് സ്വർഗ്ഗത്തിൽ കർത്താവേ എനിക്ക് വേണ്ടി, അപ്പോഴേ നമുക്കൊന്ന് ഉയരത്തിലേക്ക് നോക്കുവാൻ കഴിയും. അതിനുള്ള സാവകാശം കിട്ടത്തുള്ളൂ. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കട്ടിലേലിരിക്കുമല്ലേ, അല്ലെങ്കിൽ കർത്താവ് ഒരു ബ്രേക്ക് പിടിച്ചൊരു പോസ് വെച്ചിരിക്കുമല്ലേ, അപ്പോൾ തന്നെ മേളിലോട്ട് നോക്കും, എനിക്ക് വേണ്ടി കർത്താവ് പണിയുന്ന ഭവനം. അപ്പം അത് വാഗ്ദത്തം ചെയ്തിട്ട് ഇപ്പോൾ യേശു കർത്താവ് പോയി, വാഗ്ദത്തം ചെയ്ത് പോയി, പരിശുദ്ധാത്മാവിനെ തന്നു പോയി. കുറച്ച് ആയിരക്കണക്കിന് വർഷങ്ങളായി, എന്ന് വെച്ചാൽ 10,000-2000 വർഷം ആയി. ഇതിപ്പോഴും നമ്മൾ കാത്തിരിക്കുക. പക്ഷേ നമുക്കറിയാം നമ്മുടെ പ്രത്യാശ എന്തുവാ, എത്രയും പെട്ടെന്ന് കർത്താവ് ആ വാഗ്ദത്തം നിവർത്തിക്കും. ഞാൻ എൻ്റെ ഭവനം കാണും. അത് ഈ ശരീരം കൊണ്ടല്ല, ഞാൻ എൻ്റെ യേശുവിനെയും കാണും. ഹല്ലേലൂയ, എൻ്റെ ഭവനവും ഞാൻ കാണും. അത് എൻ്റെ അഡ്രസ്സ് അതാണേ. ആധാറിനകത്ത് എഴുതിയിട്ടുണ്ട് പെർമനൻ്റ് അഡ്രസ്സ്, വെറുതെ അത് താൽക്കാലികമാണ്. എൻ്റെ അഡ്രസ്സ് ഏതാ, കെയർ ഓഫ് ആരുടെ അഡ്രസ്സാണ്, കർത്താവിൻ്റെ ഭവനമായ എൻ്റെ ഭവനം. ഞാനും എൻ്റെ കർത്താവിൻ്റെ മണവാട്ടിയല്ലേ, ആത്ത് കയറും അടയ്ക്കും. ഇന്നലെ ഞാൻ ചില കാര്യങ്ങളൊക്കെ അവിടെ ഈ ആചാരങ്ങളും ചുമ്മാ അത് പുകഴ്ത്തലും ഇങ്ങനെയുള്ളവരോടാണ് കർത്താവ് പറയുന്നത്. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഒക്കെ അങ്ങയുടെ നാമത്തിൽ ചെയ്തില്ല, ഞാൻ നിന്നെ എന്ത് ചെയ്യുന്നില്ല, ഗെറ്റ് അവേ ഫ്രം മീ, എൻ്റെ അടുത്തുനിന്ന്. അപ്പം നമ്മളോടൊക്കെ എന്തോ കർത്താവ് പറയണം കർത്താവ് ആ സമയം, എൻ്റെ പ്രിയ മകളെ എൻ്റെ അടുത്ത് നമ്മൾ കർത്താവിനോട് മണിയറേ കയറും, കതവ് അത് കഴിഞ്ഞിട്ട് ഈ പാർട്ടികളെല്ലാം അവിടെ വന്നിട്ടിരുന്ന് കൊട്ടുന്നത്. ഇതൊരു ബന്ധമാണ് ദൈവമക്കളെ. അതുകൊണ്ട് നമ്മുടെ ചെറിയ ബലഹീനതയോ ചെറിയ ലോകസ്നേഹമോ ഒന്നും നമ്മുടെ നിത്യത നഷ്ടപ്പെടുവാനിടയായി. പെട്ടെന്ന് 19-ാമത്തെ വാക്യം. ഇവിടെ വളരെ വ്യക്തമായിട്ടാണ് ഈ അവകാശം ആരിൽ കൂടെ വരുന്ന, ന്യായപ്രമാണത്തിൽ കൂടെ അല്ല,
സ്തോത്രം, വാഗ്ദത്തത്തിൽ കൂടാ എന്ന് പറഞ്ഞിട്ടാണ്. ആരാണ് ആ വാഗ്ദത്തം? ആരാണ് ആ മീഡിയേറ്റർ? ആരാണ് ആ മധ്യസ്ഥൻ? യെസ്, 20-ാമത്തെ വാക്യം. ആരാ മധ്യസ്ഥൻ? പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ മോശയെ പറ്റി പലയിടത്തും ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അതല്ല, ആരാണ് ഈ മധ്യസ്ഥൻ? ദൈവം തന്നെ. റോമാലേഖനത്തിലും അല്ലെങ്കിൽ 1 തിമോത്തിയോസ് 2-ാം അധ്യായത്തിൽ മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും ഇടയ്ക്ക് ഏക മധ്യസ്ഥൻ, ഒരു പുണ്യാളന്മാരും അല്ല, ഒരു മാലാഖയും അല്ല, മാതാവല്ല, ആരുമല്ല. There's only one mediator between God and man. ആരാണത്? ഓ ലോർഡ് ജീസസ്, ഹല്ലേലൂയ. ഓ കർത്താവ് യേശു മാത്രം എന്ന് ആരോടായതൊക്കെ പറയുന്നത്? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച ദൈവമക്കളാണ്. അവർ പഴയ നിയമത്തിലേക്ക് പോയി മോശയെ പറയുന്ന പ്രമാണത്തിലേക്ക് പോയതുകൊണ്ടാ യു ആർ ലൂസിങ് യുവർ റിലേഷൻഷിപ്പ് വിത്ത് ജീസസ്. യേശുവുമായിട്ടുള്ള ബന്ധമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. സത്യവചനത്തിൽ നിന്ന് പഴയ നിയമ പ്രവൃത്തികളിലേക്ക്, ആചാരങ്ങളിലേക്കാണ് പോകുന്നത്. യെസ്, എന്നിട്ടാണ് 21-ാമത്തെ വാക്യം. ജീവിക്കുവാൻ കഴിയുന്നതിന് ന്യായപ്രമാണം നൽകിയിരുന്നുവെങ്കിൽ ന്യായപ്രമാണം വാസ്തവമായി നീതിക്ക് ആധാരമാകുമായിരുന്നു. ന്യായപ്രമാണം ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിന് വിരോധമല്ല. പക്ഷെ ഒരു കാര്യം മാത്രം എന്ന് വെച്ചാൽ, ന്യായപ്രമാണം തെറ്റാണെന്നോ ബൈബിളിൽ നിന്ന് എടുത്ത് മാറ്റണം എന്നൊന്നും ആരും പറയാൻ പറ്റത്തില്ല. അങ്ങനെ വല്ലതും ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റായ ഉപദേശമാണ്. ന്യായപ്രമാണം ആവശ്യമുള്ളത് ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിന് വിരോധമല്ല. പക്ഷെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നേരത്തെ വായിച്ച പോലെ അത് ആരെയും നീതീകരിക്കത്തില്ല. ഈ വാക്യത്തിൽ എഴുതിയേക്കുന്ന അതാരെയും ജീവിപ്പിക്കത്തില്ല. ദർ ഇസ് നോ ലൈഫ് ഇൻ ഇറ്റ്. ഈ പഴയ നിയമവും പറഞ്ഞുകൊണ്ടിരുന്ന ഈ സങ്കീർത്തനത്തിൽ കടന്ന് കറങ്ങിക്കഴിഞ്ഞാൽ ശരി അച്ഛാ, പലരും പറയും എനിക്കൊരു ആശ്വാസം തരും. ഇറ്റ്സ് ഗുഡ്, ആശ്വാസം തരും. അല്ല, ആശ്വാസം മാത്രം പോരല്ല. പോട്ടമോനെ പറഞ്ഞ് നമ്മുടെ മക്കൾ വളരുമോ? എല്ലാത്തിനും എന്തെങ്കിലും തെറ്റ് ചെയ്താൽ പോട്ടമോനെ ഇത് എന്തുകൊണ്ട് ആരെങ്കിലും വളരുമോ? ഈ ആശ്വാസം മാത്രം പോരാ, വളരാനുള്ളത് കൊടുക്കണം. ഇല്ലേ? കറക്ഷൻ കൊടുക്കണം, അറിവുകൾ കൊടുക്കണം. ഇനി മുൻപോട്ടുള്ള കാര്യത്തിൽ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന്. അപ്പം നിത്യതയെപ്പറ്റി നമ്മളെ പഠിപ്പിക്കുന്നതും ആത്മാവിൽ നമുക്ക് ജീവൻ. അപ്പം ന്യായപ്രമാണം വാഗ്ദത്തത്തിന് എതിരല്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കാര്യം. ഓരോ പ്രാവശ്യവും ന്യായപ്രമാണത്തിനെതിരെ പറയുമ്പോൾ ഒരു തെറ്റായ ദുരുപദേശം സാത്താൻ അതിൻ്റെ അടുത്ത് കൊണ്ടുവരും. അല്ലെ പൗലോസിൻ്റെ ഉപദേശം. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പൗലോസ് അത് ഒന്നുകൂടെ ഉറപ്പിച്ച് പറയുന്നത്, ഒരിക്കലും ന്യായപ്രമാണം ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിന് എതിരല്ല. പക്ഷെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അതിനകത്ത് ഒരു ജീവനുമില്ല. ദർ ഇസ് നോ ലൈഫ് ഇൻ ഇറ്റ്. പക്ഷേ പുതിയ നിയമത്തിൻ്റെ അകത്ത് എന്തുണ്ട്? ജീവനുണ്ട്. 22-ാമത്തെ വാക്യം. 21-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ന്യായപ്രമാണം തെറ്റൊന്നുമല്ല, പക്ഷെ അതിന് ജീവനില്ല. എങ്കിലും 22 എന്തുവാ പറയുന്നത്? വിശ്വസിക്കുന്നവർക്കുള്ള ഒരു പുതിയ വാഗ്ദത്തമുണ്ട്. അത് ക്രിസ്തുവിൽ കൂടെ. അത് ആരിൽ കൂടാണ്? പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിൽ കൂടെ സ്വർഗീയ ജീവൻ പകരുന്ന ഒരു വാഗ്ദത്തം നമുക്കുണ്ട്. അതാണ് കർത്താവ്. റോമാലേഖനത്തിലേക്ക് എഴുതിയിരിക്കുന്ന ന്യായപ്രമാണം ഹാസ് ബീൻ ആന്യൂൾഡ് എന്നാണ് എഴുതിയേക്കുന്നത്. ഹാസ് ബീൻ ക്യാൻസൽഡ്. സ്തോത്രം. അത് നേരിലായിട്ടാണ് നിൽക്കുന്നത്. അപ്പം പൊരുളായിട്ട് നിൽക്കുന്ന, സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന, ക്രിസ്തുവിൽ കൂടെ സ്വർഗീയ ജീവൻ പകർന്ന ഒരു വാഗ്ദത്തമുണ്ട്. അതിനാണ് പ്രാധാന്യത കൊടുക്കേണ്ടത്. അറിയാതെ യഹൂദന്മാർ, അവർ പഴയ വിശ്വാസികൾ ആത്മാവിൽ ക്ഷീണിച്ചപ്പോൾ ഇന്നലെയൊക്കെ ഞാൻ ഈ ദേവദാസന്മാർ ഇവിടും സഭാ ഹോളിൻ്റെ അകത്ത് ഒരു പല റെഫറൻസ് എടുത്തു. കല്ലറയ്ക്ക് അവിടെ പോയപ്പോഴത്തേക്ക് ടോണൊക്കെ അങ്ങ് മാറി. എല്ലാം യാക്കോബ മർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വന്നവരായിരുന്നു ആ ബാച്ച്. അപ്പോൾ അവരപ്പോഴത്തേക്ക് അങ്ങ് ടോണങ്ങ് സുറിയാനി ചൊല്ലുന്ന പോലെ ഞാൻ നോക്കിയപ്പോൾ ഈ പ്രധാന ഉപദേശിയും ബൈബിൾ വായിക്കുന്ന മാറിപ്പോയി, ബൈബിളിൽ വായിക്കുക എല്ലാം അങ്ങ് ആത്മാവിൽ ക്ഷീണിക്കുമ്പോൾ പിന്നെ എന്തിനാണ് പിടിച്ച് നിൽക്കുന്നത്? ഒരു ബിഷപ്പ് ടോണും ബിഷപ്പ് പേരും ആ ഒരു ട്യൂണൊക്കെ അങ്ങോട്ട് വരും. വേറെ ഒന്നും കൊണ്ടല്ല, അതിലൊരു സംതൃപ്തി അവർ കണ്ടെത്തുന്നു, അതിലൊരു സന്തോഷം കണ്ടെത്തുന്നു, അതിലൊരു പ്രൗഢി അവർ കണ്ടെത്തുന്നു. അതൊക്കെ സംഭവിക്കുന്നത് എങ്ങനെയാണ്? എന്തുകൊണ്ടാണ്? അവരെ അനുകരിക്കേണ്ടത് വരുന്നത് എന്തുകൊണ്ടാണ്? ഈ വിട്ടതുമൊക്കെ അല്ലേ, ഈ പള്ളിയൊക്കെ വിട്ടിട്ടല്ല ഇറങ്ങി വന്നത്. ഇപ്പോഴും അവരെ അനുകരിക്കേണ്ട, പല കാര്യത്തിൽ അനുകരിക്കേണ്ട വരുന്നത് എന്തുകൊണ്ടാണ്? ആരിനി ഞാനാണെപ്പോലും ആത്മാവിൽ ക്ഷീണിക്കാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിച്ചോണം കേട്ടോ. എല്ലാവരും മനുഷ്യരാണ്. അല്ല, ആരും സൂപ്പർമാനൊന്നുമല്ല. എന്നേക്കാൾ ശക്തരായ ഉപദേശിമാരാണ് ഇന്നലെ അവിടെ നിന്നത്. എന്നേക്കാൾ ഫീൽഡിൽ വർഷങ്ങൾ പ്രവർത്തിച്ചവർ അവിടെ ഇന്നലെ നിന്നത്. അവർ ക്ഷീണിച്ച് പോയെങ്കിൽ പിന്നെ നമ്മുടെ കാര്യം പറയണം. അപ്പം നമ്മളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കർത്താവിൻ്റെ കൈ മുറുകെ പിടിച്ചോണമെന്നേ, മാറിപ്പോകല്ലത്. ഒരു ചെറിയ അടിയൊക്കെ കൊള്ളുമ്പോൾ എന്ത് ചെയ്യണം? സ്ഥാനവും വേണ്ട, കർത്താവ് തരാത്ത സമ്പത്തും വേണ്ട, കർത്താവ് തരുന്നത് കൊണ്ടൊക്കെ നമുക്ക് എങ്ങനെയാണ്
ലോകത്തിലെ വിഷയങ്ങൾക്ക് അത്യാവശ്യമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോയാൽ പോരെ. നിത്യഭവനത്തിൻ്റെ വിഷയങ്ങളല്ലേ പ്രാധാന്യത. ഇനി ഒരു എക്സാമ്പിളോട് കൂടിയാണ് 24-ാമത്തെ വാക്യം. നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. ആ ന്യായപ്രമാണം എങ്ങനെയാണ്? ഒരു ട്യൂട്ടർ പോലെ എഴുതിയേക്കുന്നത്, ഒരു ട്യൂഷൻ ടീച്ചർ പോലെ. അടിയാ ട്യൂഷൻ ടീച്ചർ എന്തോ പരിപാടി? അടി. നീ ഇത് ചെയ്തോ, തെറ്റ് ചെയ്തോ, ആ കല്ലെറിഞ്ഞ് കൊല്ലണം. വ്യഭിചാരം ചെയ്തോ, കല്ലെറിഞ്ഞ് കൊല്ലണം. ഇന്ന കാര്യം ചെയ്തോ, കല്ലെറിഞ്ഞ് കൊല്ലണം. കുഷ്ഠരോഗി ഉണ്ടോ, പുറത്താക്കണം. എറിഞ്ഞെറിഞ്ഞ് അവനെ എന്ത് ചെയ്യണം? യെരൂശലേം നമ്മുടെ പട്ടണത്തിൻ്റെ മതിലിൻ്റെ പുറത്ത് വേസ്റ്റ് കളയുന്ന സ്ഥലത്ത്, ശവവും വേസ്റ്റും ഒക്കെ കളയുന്ന സ്ഥലത്ത് അവനെ എറിഞ്ഞ് പട്ടണത്തിൻ്റെ പുറത്താക്കി വിശുദ്ധ നഗരം നശിപ്പിക്കാൻ വന്നിരിക്കുന്നു. എന്തെങ്കിലും ഒരു അപ്പം സഹോദരിമാരാണെങ്കിലും എന്തെങ്കിലും അവരുടെ ഒരു പീരീഡിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ ആ സമയത്തോ ഒന്നും അവർക്ക് ആലയത്തിൽ കയറാൻ എന്തില്ല. പുതിയ നിയമത്തിൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പലരും തിരുവത്താഴമൊക്കെ കഴിക്കാതിരിക്കുന്ന ഒരു ആചാരം നമ്മുടെ പഴയ പെന്തിക്കോസിൻ്റെ അകത്തുണ്ട്. പുതിയ നിയമത്തിൽ അങ്ങനെ ഒന്നുമില്ല. യേശുവിൻ്റെ രക്തത്തിൽ ശുദ്ധീകരണം പ്രാപിച്ചാണ് നമ്മളൊക്കെ കർത്താവിൻ്റെ സന്ധിയിൽ പ്രാഗൽഭ്യത്തോട് നിൽക്കുന്നത്. നമുക്ക് ഒരാചാരവുമില്ല. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ എല്ലാ ശാപവും എല്ലാ അശുദ്ധിയും എടുത്ത് മാറ്റി ക്രിസ്തുവിൽ കൂടി ശുദ്ധി പ്രാപിച്ചാൽ നമ്മൾ ദൈവത്തിൻ്റെ. കുഷ്ഠരോഗിക്കും എവിടെ വരാമില്ല. ദൈവസന്ധി വന്നാൽ അവൻ സൗഖ്യം പ്രാപിക്കും. സൗഖ്യം പ്രാപിച്ച കുഷ്ഠരോഗികളൊക്കെ ഉണ്ടെന്നേ. സൗഖ്യം പ്രാപിച്ച മാനസിക രോഗികളൊക്കെ കഴിഞ്ഞ ആളുകൾ ഞങ്ങളോട് ഉണ്ടായിരുന്നു, ശുശ്രൂഷിക്കുന്നുണ്ടായിരുന്നു. ദൈവദാസന്മാരുണ്ട്, കുടുംബങ്ങളുണ്ട്. കർത്താവിൻ്റെ സന്ധിയിൽ നിന്ന് സൗഖ്യം വരത്തില്ലെന്നൊന്നും പറയില്ല. വിശ്വാസത്തിൻ്റെ കുറവ് കൊണ്ടാണ്. എല്ലാ അസുഖത്തിനും എന്ത് വരും? ദൈവം അനുഭവിച്ച എല്ലാ കാര്യത്തിനും. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന ഇവിടെ പഴയ നിയമത്തിലാണ് അടി മാത്രമേ ഉള്ളൂ. നീ തെറ്റ് ചെയ്തോ ടോ അടി. അടി എന്ന് പറയുമ്പോൾ ഒരു സെറ്റ് ഓഫ് ഡിസിപ്ലിൻ, അതിൻ്റെ പേടി മാത്രമേ ഉള്ളൂ. ഇവിടെ അങ്ങനെ അല്ല. ഇനി നമുക്ക് ആ ട്യൂട്ടറിൻ്റെ ആവശ്യമില്ല. ക്രിസ്തു വന്നതുകൊണ്ട് 25 വായിച്ചേ. വിശ്വാസം വന്ന ശേഷം നാം ഇനി ശിശുപാലകന്റെ കീഴിലല്ല. ഇനി നമ്മൾ വിശ്വാസത്തിൻ്റെ കീഴിലാണ്. പൗലോസ് പറഞ്ഞ ഈ നല്ല പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ ആരംഭിച്ച കർത്താവ് എന്നെ കൈക്ക് പിടിച്ച് സ്വർഗം വരെ നടത്തിക്കോളും. സിംഹത്തെ കാണുന്ന പോലെ പേടിച്ചല്ല ഞാൻ ജീവിക്കുന്നത്. ഈ കർത്താവിനെ, ദൈവത്തെ ഞാനൊരു പോലീസ് ഇൻസ്പെക്ടറിനെ, ഒരു പട്ടാള ഓഫീസറിനെ കാണുന്ന പോലെ പേടിച്ചൊന്നുമല്ല, കള്ളം പോലീസിനെ കാണുന്ന പോലെ പേടിച്ചൊന്നുമല്ല ജീവിക്കുന്നത്. ഒരു വന്യമൃഗത്തെ കാണുന്നു, അടിക്കുന്ന ഒരാൾ അല്ലേ. ഇവിടെ എഴുതിയിരിക്കുന്ന പഴയ നിയമം എന്ന് പറയുന്നത് ജനത്തിന് വെറും ഒരു ശിശുപാലകനായിരുന്നു, ഒരു ട്യൂട്ടറാണ്, അടിക്കാൻ വേണ്ടി മാത്രം. സെറ്റ് ഓഫ് റൂൾ. തെറ്റിച്ച അടിയ പുറത്ത് കളയാനാണ് പറയുന്നത്. സമ്മിശ്ര ജാതി ആരെങ്കിലും വേറൊരാളെ കല്യാണം കഴിച്ചു, യഹൂദനല്ലാത്ത ഒരാളെ കല്യാണം കഴിച്ചു, അവർ എന്ത് ചെയ്യും? പിന്നെ അവന് ദൈവസന്നിധിയിൽ ഒരു അവകാശവുമില്ല, പുറത്തു പോകാനാണ് പറയുന്നത്. പക്ഷേ ഇവിടെ അങ്ങനല്ല. 25 വാക്യത്തിൽ നമ്മൾ കണ്ടു. ഇനി നമ്മൾ ശിശുപാലകൻ്റെ കീഴിലല്ല, ക്രിസ്തുവിലുള്ള ഈ ഓരോ രണ്ട് വാക്യങ്ങൾ ഓരോ പോയിന്റ് പ്രൂവ് ചെയ്ത് ഏതൊക്കെ ഏരിയയിൽ പൗലോസ് ഒരു വ്യക്തത. ഇപ്പം നമ്മൾ ഇത്രയും കേട്ടിട്ട് തന്നെ നമ്മുടെയൊക്കെ തല ചൂടായില്ലേ? കാര്യം ഈ ഒരു ഭാഗം നിർത്തിയാലേ പറ്റൂ, 2 വാക്യം കൂടെ ഉള്ളൂ. അത് ഓരോ പോയിന്റുകൾ പ്രൂവ് ചെയ്ത് ദുരുപദേശത്തെ, കൺഫ്യൂഷൻ, ഈ കൺഫ്യൂഷൻ കൊണ്ടുവരുന്ന ആരാ? സാത്താൻ. അപ്പം കൺഫ്യൂഷനും പലവിധം, അതാണോ ഇതാണോ ഇതങ്ങനെ ഇങ്ങനെ തൊട്ട് കളിക്കാൻ പറ്റുന്ന കാര്യമല്ല, സെലക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. നമുക്കൊരു നിശ്ചയം വേണം. ഓരോ വിഷയത്തിൽ വചനം പഠിക്കുന്ന എന്തിനാ? വചനം നിശ്ചയം വേണം. വചനം അറിയാത്തവരല്ല എൻ്റെ ജനം തെറ്റിപ്പോകുന്നതിൻ്റെ കാരണം അവർക്ക് എൻ്റെ വചനം എന്ത് ചെയ്യുന്നില്ല. അതുകൊണ്ട് വചനം അറിയണം, നിശ്ചയം വേണം. 26-ാമത്തെ വാക്യം. നമ്മളെല്ലാവരും ആരാ? കർത്താവ്. പഴയ നിയമ ഭക്തരായ ഞാൻ ചിന്തിക്കുമായിരുന്നു ഇന്നലെ, ദാവീദിനെ എന്തുവാ വിളിച്ചത്? എൻ്റെ വിശ്വസ്തനായ ദാസനെ. മോശെ എന്തോ വിളിച്ചത്? സൗമ്യനായ. അവരൊക്കെ ആരാ? നമ്മളാരാ? മക്കളെങ്കിലോ. ഇത് ഈ കാര്യമാണ് ഗലാത്യ സഭയെ പ്രൂവ് ചെയ്ത്. ഇത് നമ്മൾ അറിഞ്ഞാൽ മതി. ഇതറിയാത്ത എത്ര വിശ്വാസികളുണ്ടെന്നറിയാം, സ്നാനപ്പെട്ടവരുണ്ടെന്നറിയാം, പെന്തിക്കോസുകാരുണ്ടെന്നറിയാം. ഈ സത്യം അറിയാത്ത മത്തായി 11:11 പറയുന്നില്ലേ, പഴയ നിയമത്തിൽ ഏറ്റവും ശ്രേഷ്ഠൻ യോഹന്നാൻ സ്നാപകൻ. പക്ഷേ ആ യോഹന്നാൻ സ്നാപകനേക്കാൾ ശ്രേഷ്ഠനാണ് ക്രിസ്തുവിൽ കൂടി രക്ഷിക്കപ്പെട്ട ഞാൻ. ക്രിസ്തുവിൽ കൂടി വീണ്ടും ജന്മം പ്രാപിച്ച നമ്മൾ ഓരോരുത്തരും. പഴയ നിയമത്തിൽ എബ്രഹാം, ഇസാക്ക്, യാക്കോബിനേക്കാളും ദാവീദും മോശയും അല്ലെങ്കിൽ അലേശയാവും, യെരമ്യാവും, എസെക്കിയേലും ഡാനിയേലിനേക്കാളും ശ്രേഷ്ഠനായ എന്നെ വിളിച്ച വിളി. ഞാനപ്പോൾ അതനുസരിച്ച് നിൽക്കണം. അവർ നിന്നതിനേക്കാൾ ഞാൻ എന്ത് ചെയ്യണം? ദൈവത്തിന് പൂർണ്ണ പ്രസാദമായിട്ട് നിൽക്കണം. ഈ ചില അറിവുകളൊക്കെ സാധാരണ നമ്മുടെ ഉള്ളിൽ നിന്ന് കുറച്ച് പണത്തിൻ്റെ ചിന്തയും കുറച്ച് ലോകത്തിൻ്റെ ചിന്തയും ഒക്കെ വരുമ്പോൾ ഈ ഇറങ്ങിപ്പോകും. അല്ല, ഈ സത്യങ്ങളൊക്കെ ഇറങ്ങിപ്പോയി. നമ്മൾ ഒത്തിരി സത്യങ്ങൾ ചിന്തിക്കുവാടേ തീർന്നു. നിക്കോദിമോസ് കർത്താവിനോട് രാത്രി വന്ന്, ആൾക്കാരെല്ലാം കളിയാക്കുവാൻ രാത്രി വന്ന് പറഞ്ഞു, ഇന്ന് കർത്താവിൻ്റെ മകനായി തീരാൻ എന്ത് ചെയ്യണം? നീ വീണ്ടും ജന്മം പ്രാപിക്കണം. അതൊക്കെ കേട്ട് കൂടുതൽ ഇത് ചില പാടുള്ള കാര്യമാണ്. അവനങ്ങ് പോയി.
വേറെ ധനവാൻ വന്നിട്ട് ക്രിസ്തുവിന് വേണ്ടി എന്ത് ചെയ്യണം? നീ നിന്നെ എന്ത് ചെയ്യണം? സമ്പൂർണ്ണമായിട്ട് നിനക്കുള്ളതൊക്കെ വിറ്റ്. അപ്പോൾ എന്തോ ഞാൻ സ്നേഹിക്കുന്നത്? പണത്തെയാണ് സ്നേഹിക്കുന്നത്. ആ പണം അങ്ങ് വിടണം എന്ന് പറഞ്ഞപ്പോൾ അവനും ഒത്തിരി പണം ഉള്ളവനായതുകൊണ്ട് എന്ത് വേദനയോടുകൂടി ഒത്തിരി പേര് കർത്താവിൻ്റെ അടുത്ത് വന്നെന്നേ ആ കാലഘട്ടത്തിൽ. പക്ഷേ കർത്താവ് പറയുന്നത് അനുസരിക്കാൻ പറ്റാതെ അവരൊക്കെ കർത്താവിൻ്റെ എന്തുവാ നഷ്ടപ്പെട്ടത്? നിത്യത ദൈവമേ, കർത്താവ് പറഞ്ഞ് അനുസരിച്ചില്ല സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? അപ്പോൾ ഈ പറയുന്ന നിക്കോദിമോസും, അല്ലെങ്കിൽ നിക്കോദിമോസിനെ പറ്റി പിന്നെ അധികം പറയാത്തതുകൊണ്ട് നമുക്കറിയത്തില്ല, ഈ പറയുന്ന ആ ഒരു റബ്ബായി എന്ന് വിളിച്ച ധനവാനും അവരൊക്കെ നിത്യ നരകത്തിന് അർഹരായിത്തീരും. കാര്യം അറിയാത്തവരല്ല, അവർക്ക് ന്യായപ്രമാണവും അല്ല, അവർ ക്രിസ്തുവിനെ കണ്ടവരാ. ക്രിസ്തു അവരോട് വ്യക്തമായി അവരുടെ കുറവുകളും രൂപാന്തരപ്പെടുന്ന ഏരിയകളും അവരുടെ വിളിയൊക്കെ വന്ന നമ്മൾ മക്കളാ. ദാവീദ് ദാസനായിരിക്കും, അല്ല മോശ ദാസനായിരിക്കും, ഞാൻ ആരാ? പ്രൈസ് ലോർഡ്. മക്കളാ അവകാശികൾ. 27 വായിച്ച് ഇവിടെ ഒരു വലിയൊരു ഡെപ്തുള്ളൊരു ഭാഗമാണ്. ഞാൻ അതിലേക്ക് അധികം കടക്കുന്നില്ല. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും ചിന്തിക്കാം. നമ്മൾ സ്നാനപ്പെട്ട നമ്മൾ വി ഹാവ് പുട്ട് ഓൺ ക്രൈസ്റ്റ്. ഒരു സൂട്ട് ഇട്ടേക്കുന്ന പോലെ, നമ്മൾ ഔട്ടർ ഡ്രസ്സ് ഇടുന്ന പോലെ എന്ത് മാത്രമേ പിന്നെ കാണത്തുള്ളൂ? പിന്നെ എൻ്റെ വെള്ള ഷർട്ടിൻ്റെ മണ്ടയ്ക്ക് ഞാനൊരു ബ്ലാക്ക് സൂട്ട് ഇട്ടാൽ, ഒരു ബ്രൗൺ സൂട്ട് ഇട്ടാൽ പിന്നെ എന്ത് മാത്രമേ കാണത്തുള്ളൂ? വെള്ള ഡ്രസ്സ് കാണത്തില്ല പുറത്ത്. അപ്പം ഹല്ലേലൂയ, എനിക്ക് എൻ്റെ പല കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും. പക്ഷേ ഞാൻ ക്രിസ്തുവിനെ ധരിക്കുമ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളതും ലോകത്തിന് കാണാനുള്ളതും എന്ത് മാത്രമേ പാടുള്ളൂ? യെസ്. റോമാലേഖനത്തിനകത്ത് പെട്ടെന്ന് ആ വാക്യം ഒന്ന് എടുത്തോ. 13:14 റോമൻസ് 13:14. 1 പത്രോസിലും എഴുതിയിട്ടുണ്ട്, അത് എടുക്കുന്നില്ല. യെസ്. അടുത്തത് എഴുതിയിരിക്കുന്ന മോഹങ്ങളൊന്നും ജനിക്കാതെ ബലഹീനതകളൊക്കെ മാറി ദുരാഗ്രഹങ്ങളും അത്യാഗ്രഹങ്ങളും ദ്രവ്യാഗ്രഹങ്ങളും ഒക്കെ മാറ്റി എന്ത് ചെയ്യണം? നമ്മുടെ പ്ലാനുകളും പദ്ധതികളും ഒക്കെ മാറ്റി വെച്ചിട്ട് യു പുട്ട് ഓൺ ക്രൈസ്റ്റ്. ഇവിടെ എഴുതിയിരിക്കുന്ന മോഹം ജനിക്കല്ല, പാപം വസിക്കല്ല. സ്തോത്രം. കർത്താവിന് നമ്മുടെ ഉള്ളിൽ വസിക്കാൻ. അപ്പോൾ ഇതൊക്കെയാണ് ക്രിസ്തുവിനെ ധരിക്കുവാൻ തടസ്സമായി നിൽക്കുന്നത്. അപ്പോൾ എപ്പോഴും നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ സ്നാനപ്പെട്ടതാണോ? ഇവിടെ വചനം ഓർപ്പിക്കുക. ഗലാത്യ സഭയോട് പറയുക, പുട്ട് ഓൺ ക്രൈസ്റ്റ്. ആരെ ധരിക്കണം? ക്രിസ്തുവിനെ ധരിക്കണം. താഴോട്ട് 29 വായിച്ചിട്ട് നിർത്താം. യെസ്. എബ്രഹാമിൻ്റെ സീഡ് എന്ന് എഴുതിയിരിക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ ആ ജീനിയോളജി എബ്രഹാമിൽ കൂടെ, ആ എബ്രഹാം കർത്താവിൽ വിശ്വസിച്ച വിശ്വാസത്തിൽ കൂടെ, ന്യായപ്രമാണത്തിൽ കൂടെ അല്ല. ന്യായപ്രമാണം കൊടുക്കുന്നതിന് മുമ്പേ ഉള്ള ആളാണ് എബ്രഹാം. അതുകൊണ്ട് എബ്രഹാമിൻ്റെ പേരെടുക്കുന്നത്, മനസ്സിലായി? അല്ലെ മോശയുടെ പേരെടുത്താൽ മതിയായിരുന്നല്ല. എബ്രഹാമിൻ്റെ വിശ്വാസത്തിൽ കൂടെ, നിന്റെ സന്തതിയിൽ കൂടെ ലോകത്തിന് മുഴുവൻ രക്ഷ വരും എന്ന് പറഞ്ഞ ആ ക്രിസ്തുവിൽ കൂടെ, ഇവിടെ ഇത്ര വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത് അത് ആ മീഡിയേറ്റർ, ആ യേശു ക്രിസ്തുവിൽ കൂടി 29-ാമത്തെ വാക്യത്തിൽ പറയുക, നിങ്ങളെ എബ്രഹാമിൻ്റെ ആ വിശ്വാസത്തിൽ കൂടി നിങ്ങളെ കർത്താവിൻ്റെ മക്കളാക്കി, വാഗ്ദത്തം അനുസരിച്ച് അവകാശമാക്കി. ഞാൻ പറഞ്ഞല്ലോ, മോശ എൻ്റെ സൗമ്യനായ ദാസൻ, ദാവീദ് എൻ്റെ വിശ്വസ്ത ദാസൻ. അങ്ങനെ പഴയ നിയമഭക്തരെ ഒക്കെ ദാസൻ 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 എന്ന് വിളിക്കുമ്പോൾ നമ്മൾ ദാസനല്ല, നമ്മൾ മക്കളാണ്. മക്കളാണെങ്കിൽ എന്തുവാണ്? ഇഷ്ടപ്പെട്ടു. നമുക്കെല്ലാവർക്കും എന്ത് ചെയ്തു? അത് അങ്ങനെ പെട്ടെന്ന് കിട്ടുമോ ഈ അവകാശം? പെട്ടെന്ന് കിട്ടുമോ? രക്ഷിക്കപ്പെട്ടു. ഇപ്പോഴത്തെ ലിബറൽ ടീച്ചിങ്സ് ഒക്കെ അങ്ങനെ, രക്ഷിക്കപ്പെട്ടോ സ്നാനപ്പെട്ടോ സ്വർഗം ഉറപ്പാ. സ്വർഗം എന്തുവാ? ബൈബിളിൻ്റെ അകത്ത് പറഞ്ഞാൽ അവസാനം വരെയും സഹിക്കണം. അതാണ് നമുക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യം. ഇടയ്ക്കിടയ്ക്ക് ഈ സഹിക്കാൻ തരുന്ന കഷ്ടതയും ക്രൂശുമാണ് ഇഷ്ടമല്ലാത്തത്. അവസാനം വരെയും സഹിച്ചാൽ നിരീക്ഷിക്കപ്പെടും. അവസാനം വരെയും വിശ്വസ്തനായി തീരണം. അവസാനം വരെയും ജയാളിയായി തീരണം. അപ്പോൾ ഇതിൻ്റെ കണ്ടീഷൻ സപ്ലൈ ഉണ്ട് ഇല്ലേ? അവസാനം യു ഹാവ് ടു ടിൽ ദി എൻഡ്. ആത്മാവിൽ തുടങ്ങി ആത്മാവിൽ തന്നെ അവസാനിക്കണം. ഇതൊക്കെ ചില ഭാഗങ്ങൾ ഞാനങ്ങ് പറഞ്ഞു പോകുന്നു എന്നേ ഉള്ളൂ. അവസാനം വരെയും ഈ ബന്ധം തുടങ്ങുന്ന സമയത്തെ നമ്മുടെ റിലേഷൻഷിപ്പ് അല്ല, നമ്മുടെ കാഴ്ചപ്പാടല്ല, അവസാനം വരെയും എന്ന് പറഞ്ഞിട്ടാണ് സ്തോത്രം ഇവിടെ എഴുതിയിരിക്കുന്നു. ആരാണ്? മക്കളാണ് അവകാശികൾ. റോമാലേഖനം 8:17 വായിച്ചു. മക്കളെങ്കിലോ അവകാശികളുമാകും, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ ആ വാക്യത്തിൽ എന്തോ എഴുതിയിരിക്കുന്നത്? അവകാശികളാ, അവകാശം കിട്ടും എന്ന് വെച്ചാൽ കർത്താവിൻ്റെ ഈ അവകാശി എന്ന് പറഞ്ഞാൽ എന്തുവാ? ദുബായിലെ ഷെയ്ഖിൻ്റെ ഒരു അവകാശിയായിട്ട് നിങ്ങളെ തീർക്കും എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് എത്ര മക്കളുണ്ട്, ആ മക്കളുടെ കൂട്ടത്തിൽ അവർക്ക് കിട്ടുന്ന ഒരു ഷെയർ പോലെ ഒരു മിനിമം ഒരു 10,000 ബില്യൺ ഡോളേഴ്സോ അല്ലെങ്കിൽ ഇവിടെ അവകാശം എത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു അവകാശം. ഇത്ര സന്തോഷമാണ്. അയ്യോ, ലോകത്തിലെ ഒരു ഇത് വലിയൊരു ധനികൻ്റെ അവകാശം സ്വർഗത്തിലെ കർത്താവിൻ്റെ
പൂർണ്ണത അല്ല, താൻ എല്ലാം തൻ്റെയാണ്. ആ സ്വർഗത്തിൻ്റെ ഒരു അവകാശിയായി തീർക്കുന്ന വാഗ്ദത്തമുണ്ട്. വിശ്വാസത്തിൽ രക്ഷിക്കപ്പെട്ടപ്പോൾ ആ വാഗ്ദത്തമുണ്ട്. ഐ ഹാവ് സ്റ്റാർട്ടഡ് ദ ജേണി, ഇല്ലേ? ഈ അവകാശിയായി തീരണമെങ്കിൽ ഇപ്പം നമ്മൾ റോമാലേഖനത്തിൽ വായിച്ചു, അവകാശിയായി തീരണോ? മക്കളാണോ? യെസ്, മക്കളാ. വിശ്വാസത്തിൽ കൂടെ യോഹന്നാൻ സുവിശേഷം 1, വിശ്വസിക്കുന്നവർക്കെല്ലാം കർത്താവിൻ്റെ മക്കളായി തീരുവാനുള്ള അവകാശമുണ്ട്. അപ്പം ഞാൻ മകനാണ്, മകളാണ്, അവകാശം. മക്കളാണെങ്കിൽ അവകാശിയുമാണ്, കൂട്ടവകാശി, ജോയിൻറ്റ് ഹെയർസ്. നമുക്കെല്ലാം യേശുവിൻ്റെ ഒരു ഷെയർ കിട്ടും. പിന്നെ അടുത്ത വാക്യത്തിൽ പറഞ്ഞ് അവകാശം വേണോ? അവനോടുകൂടി കഷ്ടം സഹിക്കണം, അവനോടുകൂടി തേജസ്കരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. കാഹളം ഊതുമ്പോൾ ഈ ക്ഷീണമുള്ള ശരീരം, ഈ ശരീരം ക്ഷീണിച്ച് വരുക, ഇല്ലേ? നമ്മളെല്ലാം ഇങ്ങനെ ക്ഷീണിച്ച് വരിക. പഴയ പോലെ ഒന്നും പറ്റുന്നില്ല നമുക്ക്. ക്ഷീണിച്ച് വരുന്ന ഈ ശരീരം, ഈ വല്ലാതെ വരുന്ന രോഗങ്ങളും ക്ഷീണങ്ങളും ഒക്കെ വരുന്ന, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ശല്യപ്പെടുത്തുന്ന ഈ ശരീരം മാറി കണ്ണ് നിമിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു സ്വർഗീയ ശരീരം പ്രാപിച്ചുകൊണ്ട് നമ്മുടെ പ്രത്യാശ അതല്ലേ? അതാണ് നമ്മുടെ മേലുള്ള വാഗ്ദത്തം. സ്വർഗീയ ശരീരം പ്രാപിച്ചുകൊണ്ട് കർത്താവിനെ കൂടി ചേരണോ? ഇവിടെ ആയിരിക്കുമ്പോൾ ഈ ശരീരത്തിൽ കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കണം. അവകാശിയായി തീരണോ? കർത്താവിൻ്റെ കൂടെ തേജസ്കരിക്കപ്പെടണമെങ്കിൽ കർത്താവിനെ വി ഹാവ് ടു സഫർ വിത്ത് ക്രൈസ്റ്റ് ഇഫ് വി നീഡ് ടു ബി ഗ്ലോറിഫൈഡ് എന്ന് എഴുതിയിരിക്കണം. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? കർത്താവ് അനുവദിക്കുന്ന എല്ലാ നിന്ദയ്ക്കായിട്ടും, നിന്നയില്ലെന്നാണ് ഇപ്പം എല്ലാവരും പറയുന്നത്. പണ്ട് വിശ്വാസികൾക്ക് എന്തുണ്ടായിരുന്നു? ഇപ്പം നിന്നയില്ലാത്തതിൻ്റെ കാരണം എന്നാ? നമ്മൾ അവർക്ക് എല്ലാ കാര്യത്തിലും അങ്ങ് ഒപ്പമായി, ഇല്ലേ? സമുദായക്കാരുടെ, നമ്മുടെ റിലേറ്റീവ്സ്, ബാക്കിയുള്ള അവരെക്കാൾ ചില കാര്യത്തിലൊക്കെ ഇപ്പം നമ്മൾ ഇച്ചിരി പണത്തിലാണെങ്കിലും കാര്യത്തിലാണെങ്കിലും ഒക്കെ നമ്മുടെ വിചാരമാണ്. ഞാനീ പറയുന്നത് നമ്മുടെ ഒന്നുമല്ല. നമ്മൾ വചനത്തിന് വേണ്ടി നിൽക്കാത്തതുകൊണ്ടാണ് ദൈവമക്കളെ. നിങ്ങളും ഇന്ന് കഴിഞ്ഞ ദിവസമൊക്കെ പലരോട് സംസാരിക്കും. ഞങ്ങൾക്കറിയാം, സത്യം ഞങ്ങൾക്കറിയാം. പക്ഷേ ഈ സത്യം ഒന്ന് വിളിച്ചു പറഞ്ഞാൽ എല്ലാവരും കളിയാക്കും, എല്ലാവരും ഒറ്റപ്പെടുത്തും, പിന്നെ എല്ലാവരും മാറ്റി നിർത്തും. കൂട്ടത്തിൽ നിന്ന് എന്ത് ചെയ്യും? നമുക്കതാ വിഷമം. അത് തെറ്റല്ലേ വചനപ്രകാരം? അവന് വട്ടാ, അല്ലെങ്കിൽ മാറ്റി നിർത്തില്ല. ഇന്ന് ദൈവമക്കൾക്ക് ഇല്ലാത്തതിൻ്റെ കാരണം എല്ലാ കാര്യത്തിലും മക്കളും ചെറുപ്പക്കാരും ഇപ്പോഴത്തെ പിള്ളേരും ഒക്കെ അല്ല ഓണത്തിന് പായസം കുടിക്കാനും അല്ല ദീപാവലി സ്വീറ്റ് തിന്നാനും ഏത് മൂർത്തിയുടെ ഏത് ഉത്സവമാണെങ്കിലും അവിടെ പോയി ഉണ്ണിയപ്പം തിന്നാനും പായസം കുടിച്ച് ആഹാരം കഴിക്കാൻ ഇത് വിഗ്രഹാർപ്പിതമാണോ അല്ലയോ, ഇത് ആണ്ടിന് വിളമ്പുന്നതാണോ, ഇതാ ഓരോ ആചാരത്തിന് വിളമ്പുന്ന ഫുഡ്, ഇതൊന്നും വിഷയമല്ല. ഫുഡ് അടിക്കാൻ എവിടെയെങ്കിലും അവസരം ഉണ്ടോ? ഞാൻ റെഡി. ഞാൻ ഇന്നാലും പല ദൈവമക്കളോട് ചോദിച്ചു, ഇങ്ങനെ ചുമ്മാ അത് ഫുഡ് അടിക്കാൻ നടക്കല്ല. നമുക്ക് പറ്റുന്നതും നമുക്കൊരു പ്രമാണമുണ്ട് ദൈവമക്കളെ. ഇവരോടെല്ലാം നമ്മൾ സഹകരിക്കണം. വേർപാടെന്ന് വെച്ചാൽ മാറി നിൽക്കുമല്ല. ഈ റിലേറ്റീവ്സിനോടും ഈ ഫ്രണ്ട്സിനോടും എല്ലാം സഹകരിക്കണം. പക്ഷേ അത് ആചാരത്തിൽ കീഴിലാകല്ല. അതിന് തലേ ദിവസം പോയി ഒന്ന് വിസിറ്റ് ചെയ്തു, അവരുടെ കൂടെ സമയം ചെലവഴിച്ചോ, അവരുടെ കഷ്ടതയിൽ അവരുടെ കൂടെ ചെന്നോ, അവരുടെ ഷിഫ്റ്റിങ്ങിൽ അവരെ പോയി സഹായിച്ചോ, അവരുടെ ഏത് വിഷയത്തിൽ പണം അവർക്കൊരു ക്ഷീണമുള്ള സമയത്ത് അവർക്ക് കൊടുത്തവരെ സഹായിച്ചോ, അവരുടെ രോഗത്തിന് അവരുടെ കൂടെ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോ, അവർക്ക് ബൈസ്റ്റാൻഡറായിട്ട് എവിടെയെങ്കിലും നിൽക്കണമെങ്കിൽ അവിടെ പോയി നിന്നോ, അവർക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. പക്ഷേ പ്രമാണം അനുവദിക്കാത്ത വിഷയത്തിന് അവരോട് പറയണം, എൻ്റെ പ്രമാണം അനുവദിക്കുന്നില്ല, എൻ്റെ കർത്താവിനെ വീണ്ടും പലവട്ടം പാപം കൊണ്ടും ബലഹീനത കൊണ്ടും കർത്താവിനെ ക്രൂശിച്ചതാ, ഇനി വീണ്ടും ക്രൂശിക്കുന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. നമുക്കിത് പകൽക്കാലം തീരുമാനമെടുക്കാം. ദൈവമക്കളെ, ശക്തരായി നിൽക്കുന്ന ദൈവമക്കൾ ദൈവസഭകളാണ് ഗലാത്യ സഭയും കൊരിന്ത്യ സഭയും. എത്ര പെട്ടെന്ന് ഇവരെന്ത് ചെയ്തത്? ദേ ഗോട്ട് ഡ്രിഫ്റ്റഡ് അവേ മറ്റൊരു സുവിശേഷത്തിലേക്ക്. അതും സുവിശേഷമാണ്. ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ അതും ബന്ധുക്കോസ. അവിടും ബൈബിളല്ലേ പ്രസംഗിക്കുന്നത്, അവിടും ക്രിസ്തുവിനെയല്ലേ പ്രസംഗിക്കുന്നത്. അങ്ങനെ ആ ഗലാത്യ സഭയ്ക്ക് പറയാം. അതുകൊണ്ട് മറ്റൊരു ടീച്ചിങ് എന്നല്ല മാത്രമല്ല എഴുതിയേക്കുന്നത്, മറ്റൊരു സുവിശേഷത്തിലേക്ക് അവർ മാറിപ്പോയത്. അതൊരു പാരലൽ സുവിശേഷമാണേ. പക്ഷെ വിവേചിച്ചറിയുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പറയാൻ എളുപ്പമാ. നല്ല ദൈവകൃപയിൽ നിൽക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് സത്യത്തിന് വേണ്ടി ആര് പിണങ്ങിയാലും നമുക്ക് വിഷയമൊന്നുമല്ല. ഇവരൊന്നും അല്ല നമ്മളെ കരുതുന്നത്, ഇവരൊന്നും അല്ല നമുക്ക് ഫുഡ് തരുന്നത്, ഇവരൊന്നും അല്ല നമുക്ക് ആരോഗ്യം തരുന്നത്. നമ്മൾ ഇന്നും ആയുസോടുകൂടി എത്ര പേര് ഇന്ന് രാവിലെ പോയി കാണും മോർച്ചറിയിലും ഈ ബോഡി എംബാമിങ്. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ നിന്ന് പിടിച്ച ആംബുലൻസും ഇവിടെ നിന്ന് പിടിച്ച ആംബുലൻസും ഒക്കെ പറഞ്ഞാൽ അടുത്തൊരു ബോഡി എടുക്കാൻ പോകണം. ഞങ്ങളെ കൊണ്ട് വിട്ടിട്ട് അടുത്തൊരു ബോഡി എടുക്കാൻ. ഇന്നലെ ഞങ്ങൾക്ക് ഒരു ശുശ്രൂഷ ആംബുലൻസ് അവരും പറഞ്ഞു വെല്ലൂർ പോകണം ഒരു ബോഡി എടുക്കാൻ, വേറെ ആൾ പറഞ്ഞു എറണാകുളം എയർപോർട്ടിൽ പോകണം. ഈ എന്തുവേണ്ടി ആൾക്കാർ ഒരു ദിവസം പോകുന്നതെന്നറിയാം. ഇന്നും നമ്മൾ ആരോഗ്യത്തോട് ജീവനോടുകൂടി ദൈവസന്ധിയിൽ വന്ന് ആത്മാവിൽ ആരാധിക്കുവാൻ നമ്മളെ ബലപ്പെടുത്തിയതിൻ്റെ കാരണം താക്കോൽ ആരുടെ കയ്യിലാണ്? നിത്യതയെ പോകണോ വേണ്ട എന്നുള്ള വിഷയം ആരുടെ കയ്യിലാണ്?
പരിശുദ്ധാത്മാവ് നമ്മളെ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കും, സദാകാലം വാദിച്ച് നിൽക്കത്തില്ല. അതുകൊണ്ട് ഹാലല്ലേ, കൈവിട്ടു പോകല്ലേ, കൃപയെന്ന് മാറിപ്പോകല്ലേ. ഈ പഠിക്കുന്ന വചനങ്ങളെല്ലാം ഗലാത്യർക്ക് പറ്റിയതുപോലെ നമുക്ക് പറ്റാതിരിപ്പാൻ, കൊരിന്ത്യർക്ക് പറ്റിയതുപോലെ നമുക്ക് പറ്റാതിരിപ്പാൻ, ഏശാവിന് പറ്റിയതുപോലെ, ലോത്തിന് പറ്റിയതുപോലെ ഓരോരുത്തരുടെ എക്സാമ്പിൾ കാണിച്ച് ശക്തരായ ഈ കാലഘട്ടത്തിലും ജീവിക്കുന്ന അനേക ദൈവദാസന്മാർക്ക് പറ്റിയതുപോലെ നമുക്ക് പറ്റാതിരിപ്പാൻ വേറെ ഒന്നും വേണ്ട ദൈവമക്കളെ. നമ്മുടെ സമ്പാദ്യവും എല്ലാം അവിടാണ്. ഇവിടെ ഈ പുഴുത്തു പോകുന്നതും തുരുമ്പ് പിടിച്ചു പോകുന്നതും പുഴു തിന്നുന്ന വിഷയത്തിന് വേണ്ടി അധികം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതെന്ന് ഈ വചനത്തിൽ കൂടെ പുതിയ നിയമത്തിൽ എത്ര പ്രാവശ്യം ദൈവം നമ്മളെ ഓർപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പുറകെ ഓടല്ലേ, അതല്ല പ്രാധാന്യത. സ്തോത്രം. നിത്യകാര്യത്തിന് വേണ്ടി ഈ ദിവസങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തട്ടെ. ലെറ്റ് us be led by the Spirit. ആത്മാവ് നമ്മളെ ഓരോരുത്തരെയും ജീവിപ്പിക്കുവാനിടയായിത്തീരട്ടെ. കഴിഞ്ഞ ഈ 3-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ വായിച്ചില്ലേ, നിങ്ങൾക്ക് ഈ പഴയ നിയമത്തിൽ നിന്നാണോ ആത്മാവ് കിട്ടിയത്? അല്ല. രക്ഷ കിട്ടിയത്? അല്ല. നമുക്ക് സന്തോഷമുള്ളത് വി ഹാവ് എ ഹോളി സ്പിരിറ്റ് ഇൻ അസ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. ഇടയ്ക്കൊരല്പം ജീവൻ പോകുമെന്ന് തോന്നുമ്പോൾ, അല്പം ഒരു മന്ദത അവസ്ഥ ആത്മീയമായിട്ട് തോന്നുമ്പോൾ പ്രാർത്ഥിച്ചോണം. നമ്മുടെ എന്തോ കുറവാണ്, പരിശുദ്ധാത്മാവ് നമ്മളെ ഇന്ന് വിട്ടുപോകുവാൻ ചാൻസ്. പെട്ടെന്ന് പരിശുദ്ധാത്മാവിനെ തിരിച്ച്, ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഭവനം. ഇതെപ്പോഴും നിറവിൽ നിൽക്കണം, ഫുൾ ടാങ്കായിട്ട് നിൽക്കണം. നമ്മുടെ കുറവുകളൊന്നും നമ്മുടെ ഉള്ളിൽ ആത്മാവ് വസിക്കുവാൻ തടസ്സമായി തീരില്ല. കർത്താവ് നിങ്ങളെ താല്പര്യം